ഇദ്ദേഹത്തോട് ചോദിച്ചു, ചേട്ടാ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുമ്പോൾ കാരണം ഒരു വാതിൽ അടയാനുണ്ട്, അച്ഛനിങ്ങനെ നടന്നുകൊണ്ട് എന്തെങ്കിലും മനസ്സിലുണ്ടോ ഒന്ന് ചോദിച്ചേ, ഒന്ന് പ്രാർത്ഥിച്ചേ പോയിരുന്നു, ഒന്ന് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചവിടെ പോയി. ഇദ്ദേഹം ഇങ്ങനെ കുറച്ച് നേരമൊക്കെ സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിച്ച് ഇദ്ദേഹം ഇങ്ങനെ മനസ്സിങ്ങനെ വല്ലാതെ ഉലഞ്ഞു വന്നിട്ട് ഇങ്ങനെ ഇദ്ദേഹം പറയാണ് അതായത് ഇദ്ദേഹത്തിന്റെ അപ്പൻ ആയിരുന്ന സമയത്ത് ആ വീട്ടില് ഇടവക ദേവാലയത്തിൽ ഒരു നിർമ്മാണ പ്രവർത്തനമൊക്കെ നടന്നു. അപ്പൊ ദേവാലയത്തിൽ പൊതുവായിട്ട് അത് അറിയിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സമയത്ത് അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, കമ്മിറ്റി അംഗങ്ങളോടുകൂടെ അച്ഛനും ഇങ്ങനെ നിങ്ങളുടെ ഭവനങ്ങളിലേക്കൊക്കെ വരും, നമ്മുടെ ഇടവകയിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ് നടക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ സാധ്യമായ എല്ലാവരും എന്ത് ചെയ്യണം, സഹായിക്കണം, നിങ്ങളുടെ സഹായം വേണം. അപ്പൊ അച്ഛനും കമ്മിറ്റിക്കാരൊക്കെ ഉണ്ടാവും. അങ്ങനെ അച്ഛനും കമ്മിറ്റിക്കാരും കൂടെ ഈ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ, ഇയാളുടെ അപ്പനാണ് വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ഇയാൾ ഭക്ഷണമൊക്കെ കഴിച്ച് എഴുന്നേറ്റ്. അപ്പോൾ നോക്കണം, ആ നട്ടുച്ച നേരത്താണ്, ഉച്ച നേരത്ത് വെയിലൊക്കെ കൊണ്ട് അച്ഛനും കമ്മിറ്റിക്കാരും കൂടി പള്ളിയുടെ പൊതുവായിട്ടൊരു കാര്യത്തിന് വേണ്ടി ഞാൻ നടക്കുകയാണ്. ഇങ്ങനെ അച്ഛൻ വന്ന് ഇയാൾ കണ്ടു. ഇയാൾ എന്ത് ചെയ്യുന്നറിയോ? അപ്പൊ അന്ന് ഈ പറയണ മകൻ കുഞ്ഞായിരുന്നു, അവനത് അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം, അവൻ കണ്ടിട്ടൊക്കെ ഉണ്ട്. അപ്പൻ എന്ത് ചെയ്തെന്നോ, അപ്പൻ വേഗം എഴുന്നേറ്റ് വാതിൽ കൊട്ടി അടച്ചിട്ട് പറഞ്ഞു, എല്ലാ വീട്ടിലും കയറി തിന്നാൻ വന്നേക്കാണെന്നൊരു അച്ഛൻ. അപ്പൊ പുള്ളി പറഞ്ഞാണ്, എന്റെ അപ്പൻ എന്ന് പറഞ്ഞച്ചാ എല്ലാ വീട്ടിലും കയറി തിന്നാൻ വന്നേക്കാണ്, എന്റെ വാതിലടച്ചിട്ട് ഇവിടെ ഒന്നുമില്ല, പോയിക്കോ, ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഇത്രേ പറഞ്ഞോളൂ. അച്ഛനൊന്നും പറഞ്ഞില്ല. അച്ഛൻ കമ്മിറ്റിക്കാരോട് കൂടെ ഈ വീട്ടിൽ കിട്ടിയില്ലെങ്കിൽ അടുത്ത വീട്ടിൽ, അത്രേ ഉള്ളൂ, അടുത്ത വീട്ടിലേക്ക് പോയി. അച്ഛനൊന്നും പറഞ്ഞില്ല. പക്ഷേ ആ കുടുംബത്തിലേക്ക് ഒഴുകേണ്ടിയിരുന്ന കർത്താവിന്റെ കൃപാവരം അതോടെ തടസ്സപ്പെട്ടു. ഈ കൃപാവരം എവിടെയാണ് തടസ്സപ്പെട്ടതെന്ന് നാളുകളായിട്ടും പ്രാർത്ഥിച്ചിട്ടും ഇവർക്ക് മനസ്സിലാവണില്ല. പരിശുദ്ധ അമ്മയുടെ അടുക്കലിരുന്ന് ജപമാല ചൊല്ലി ആത്മാവിൽ ധ്യാനിച്ചു പ്രാർത്ഥിച്ചപ്പോ ദൈവത്തിന്റെ ആത്മാവ് ഇവന്റെ മനസ്സത് ഗ്രഹിക്കാനായിട്ട് തുറന്നു കൊടുത്തു. കണ്ട, ദൈവത്തിന്റെ ആത്മാവ് അവന് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് ഇങ്ങനെ ഒരു കാഴ്ച, ദർശനം കൊടുത്തു. അതാണ് അച്ഛൻ പറയണത്, നമ്മൾ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുമ്പോ കൃപാവരങ്ങൾ ഉപയോഗിച്ചു പ്രാർത്ഥിക്കണം. ആരൊക്കെയാണ് വിശ്വാസത്തിൽ ഇളകിയത് അവരെയൊക്കെ സഭകളിൽ പോയി അവള് ധൈര്യപ്പെടുത്തി. അമ്മ ധൈര്യപ്പെടുത്തിയില്ലേ? അമ്മയ്ക്ക് വേണമെങ്കിൽ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഈ കാലഘട്ടത്തിലും ആരൊക്കെ ദൈവത്തിന്റെ സ്നേഹത്തിനെതിരെ നിൽക്കുന്നുവോ അവിടെയുള്ള ആളുകളുടെ അടുക്കലൊക്കെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ? പരിശുദ്ധ അമ്മയ്ക്ക് വല്ല കാര്യമുണ്ടോ? അവള് സുവിശേഷ പ്രഘോഷണം തന്റെ കൂടി ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. പരിശുദ്ധ മറിയം സഭയില് നമുക്ക് എങ്ങനെ ശുശ്രൂഷ ചെയ്യാൻ നമ്മെ സഹായിക്കുന്നു എന്നുള്ളൊരു ചിന്ത. അതായത് പരിശുദ്ധ മറിയവും നമ്മുടെ പ്രേക്ഷിത ശുശ്രൂഷയും തമ്മിൽ എങ്ങനെയാണെന്ന് ബന്ധപ്പെട്ടിരിക്കണം, നമ്മുടെ പ്രേക്ഷിത ശുശ്രൂഷ എപ്രകാരം ആയിരിക്കണം, ഇങ്ങനെയുള്ള ചെറിയ ചിന്തകളൊന്ന് അച്ഛനൊന്ന് പങ്കിടുകയാണ്. അപ്പസ്തോല പ്രവർത്തനം അധ്യായം 1 നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടാകുമല്ലോ ഇടയ്ക്കൊക്കെ. നിങ്ങൾ വലിയ എലൈറ്റ് ഗ്രൂപ്പ് ആയതുകൊണ്ട് കുഞ്ഞു കഥകളൊന്നും പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കരുത്. നിങ്ങളോട് വചനം പറയണം. കാരണം നിങ്ങൾ കട്ടിയുള്ള കാര്യങ്ങൾ ഗ്രഹിക്കാൻ പ്രാപ്തിയുള്ളവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനം അധ്യായം 1 13, 14 തിരുവചനങ്ങൾ പ്രകാരമാണ്. അവർ പട്ടണത്തിലെത്തി, അതായത് ഈശോയുടെ ശിഷ്യന്മാര് പട്ടണത്തിലെത്തി തങ്ങൾ താമസിച്ചിരുന്ന വീടിന്റെ മുകളിലത്തെ നിലയിൽ ഉള്ളൊരു മുറിയിൽ ചെന്നു. അവർ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമിയ, മത്തായി, യാക്കോബ്, ശിമയോൻ, യൂദാസ് എന്നിവരായിരുന്നു അപ്പസ്തോലന്മാരുടെ പേരുകൾ. വചനം പറയും, ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും കൂടെ അവൻ്റെ സഹോദരരോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അപ്പസ്തോല പ്രവർത്തനം അധ്യായം 1 13, 14 തിരുവചനങ്ങൾ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്: കർത്താവേ, അപ്പസ്തോലന്മാര് പരിശുദ്ധ അമ്മയോട് കൂടെ പ്രാർത്ഥനയിൽ ദൈവാത്മാവിനെ പ്രാപിക്കാനായിട്ട് ഒരുങ്ങിയിരുന്ന ആ മാളിക മുറിയിലേക്ക് കുറച്ച് സമയം നമുക്ക് ഒന്നായിരിക്കാം. ഹല്ലേലൂയ. നമുക്ക് ആ മാളിക മുറിയിലേക്ക് കുറച്ച് സമയം ഒന്ന് പോയിരിക്കാം. നമ്മൾ ആ മാളിക മുറിയായി നമ്മുടെ ഈ ധ്യാന കേന്ദ്രവും നമ്മുടെ ഈ മരിയൻ ജപമാല കൺവെൻഷന്റെ ദിനങ്ങളും മാറ്റപ്പെടട്ടെ എന്നാണ് അച്ഛൻ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ അപ്പസ്തോലന്മാർ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച ആ മാളിക മുറിയിൽ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ, നമ്മുടെ ശുശ്രൂഷ ജീവിതത്തെ, നമ്മുടെ വരദാനങ്ങളുടെ ജീവിതത്തെ ശക്തിപ്പെടുത്താനുള്ള ഒരവസരമാക്കി നമ്മൾ മാറ്റണം. വലതുവരെ ഉയർത്തി ഒന്നുകൂടി പറയാമോ? ഹല്ലേലൂയ. ഈശോയെ നന്ദി.
നമ്മൾ പ്രേക്ഷിത ശുശ്രൂഷയിൽ പരിശുദ്ധ അമ്മ നമുക്ക് എങ്ങനെയാണ് ഒരു മാതൃകയായി തീരുക? പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ പ്രബോധനങ്ങളുടെ ഒരു പരമ്പരയുണ്ട്. അതായത് പരിശുദ്ധ കന്യകാമറിയത്തെ പറ്റി ജോൺ പോൾ രണ്ടാമൻ പാപ്പ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളുടെ ഒരു പരമ്പര, പരിശുദ്ധ കന്യകാമറിയം എന്നുള്ളൊരു പുസ്തകം, അങ്ങനെ ഒരു തലക്കെട്ടിൽ അതിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുന്ന ഒരു കാര്യപ്രകാരമാണ്. നിങ്ങൾ ശ്രദ്ധയോടെ ഒന്ന് കേട്ടേക്കണം. അതായത് മറിയത്തെ പോലെ വചനം ഇങ്ങനെയാണ് പറയുക: ജ്ഞാനസ്നാന കൂദാശയാലും പ്രഘോഷണത്താലും നമ്മെ പരിശുദ്ധാത്മാവിൽ നവജീവിതത്തിലേക്ക് നയിക്കുന്ന ആത്മീയ മാതാവാണ് തിരുസഭ. വല്ലതും മനസ്സിലായ? ചില കാര്യങ്ങളും മനസ്സിലാക്കാൻ പാടില്ല, കട്ടിയുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതിൻ്റെ രഹസ്യം മനസ്സിലായ നമുക്ക് സഭയോട് വലിയൊരു സ്നേഹം തോന്നും. ആ വചനം ഇങ്ങനെ അച്ഛനൊന്ന് എളുപ്പത്തിലൊന്ന് പറഞ്ഞു തരാം. 2 കാര്യങ്ങളാണ് പറയുക. ഒന്ന്, മറിയത്തെ പോലെ സഭയുടെ മാതാവായ തിരുസഭയും നമ്മെ ഒരു കാര്യത്തിന് സഹായിക്കുന്നു. അത്ര മനസ്സിലായ? അതായത് മറിയം ചെയ്തിരുന്നൊരു കാര്യം സഭയുടെ മാതാവ് ചെയ്യാൻ ഇപ്പോഴും നമ്മെ സഹായിക്കുന്നു. അത് ഏത് കാര്യമാണെന്നാണ് സഭ പഠിപ്പിക്കുക? പരിശുദ്ധാത്മാവിൽ പുതിയ ജീവിതത്തിലേക്ക് തൻ്റെ മക്കളെ നയിക്കുക എന്നുള്ളൊരു കാര്യം. മനസ്സിലായ? അത്രയും മനസ്സിലായ? അതായത് മറിയം ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം സഭ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് കാര്യമാണ് ചെയ്യണത്? പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് തൻ്റെ മക്കളെ പുതിയ ജീവിതത്തിലേക്ക് ഉണർവോടെ നയിക്കുക എന്നുള്ളൊരു കാര്യം ആര് ചെയ്തുകൊണ്ടിരിക്കണ? കേൾക്കണില്ല? ആര് ചെയ്തുകൊണ്ടിരിക്കണ? സഭ ചെയ്തുകൊണ്ടിരിക്കണം. ഇനി അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാം. എങ്ങനെയാണ് മറിയം അത് ചെയ്തത്? എങ്ങനെയാണ് സഭ ഇന്ന് ചെയ്യണത്? 2 കാര്യം. ഒന്ന്, ജ്ഞാനസ്നാന കൂദാശയാലും പ്രഘോഷണത്താലും. അതായത് ജ്ഞാനസ്നാന കൂദാശയിൽ പരിശുദ്ധാത്മാവിനെ സഭ കൊടുക്കുന്നു, പ്രഘോഷണത്തിൽ സഭ ഈശോയെ കൊടുക്കുന്നു. അത്ര മനസ്സിലായ? മറിയം എന്ത് ചെയ്തു? മറിയം എവിടെയൊക്കെ ചെന്നുവോ അവിടെയെല്ലാം പരിശുദ്ധാത്മാവിനെ കൊടുത്തു. അവൾ ഈശോ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം അപ്പസ്തോലന്മാരെയും ആളുകളെയും ഓർമ്മപ്പെടുത്തി. ഇപ്പൊ മനസ്സിലായ? ഇപ്പൊ പറഞ്ഞതിൻ്റെ ഒരു പൊരുകൾ കിട്ടിയ. അതായത് ഒറ്റ കാര്യമുള്ളൂ, മറിയം ആ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനെ കൊടുത്തു, ഈശോയെ കൊടുത്തു. തൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ട മക്കളെ ഈശോയിലേക്ക് ചേർത്ത് നിർത്തി വളർത്തിയതുപോലെ ഈ കാലഘട്ടത്തിൽ സഭ എന്ത് ചെയ്യുന്നു? അമ്മയെപ്പോലെ ആത്മാവിനെ കൊടുത്തു. ജ്ഞാനസ്നാനം കൂദാശകളിലൂടെ, വിശുദ്ധ കുമ്പസാരത്തിലൂടെ, കുർബാനയിലൂടെ ആത്മാവിനെ കൊടുത്തു. വചനപ്രഘോഷണത്തിലൂടെ ഈശോയെ കൊടുത്തു. അമ്മയെപ്പോലെ തന്നെ തൻ്റെ മക്കളെ ആരോട് ചേർത്ത് നിർത്തിക്കൊണ്ടിരിക്കണോ? ഈശോയോട് ചേർത്ത് നിർത്തി. ഇപ്പൊ മനസ്സിലായവരൊന്ന് കൈയടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു. കണ്ട? അപ്പം നമ്മുടെ ഒരു ആഗ്രഹം എന്താണെന്നറിയോ? അമ്മ എങ്ങനെ മക്കളെ ഈശോയിലേക്ക് ചേർത്തു, ആ പ്രേക്ഷിത ശുശ്രൂഷയിൽ ജ്വലിച്ചു നിന്നുവോ അതുപോലെ നമുക്കും ഈ കാലഘട്ടത്തിൽ സഭയോട് ചേർന്ന് പ്രേക്ഷിത ശുശ്രൂഷ, കർത്താവിനെ പറ്റി പറയാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ. എന്നിൽ വസിച്ച് എന്നെ നയിക്കുകയും ചെയ്യണമേ. നമ്മൾ ഇങ്ങനൊരു വചനം എന്ന് എഴുതിയെടുത്ത് മർക്കോസിൻ്റെ സുവിശേഷം അധ്യായം 3, 13 മുതൽ 15 വരെയുള്ള തിരുവചനം. മർക്കോസിൻ്റെ സുവിശേഷം അധ്യായം 3, 13, 15 തിരുവചനം. നമ്മുടെ ഇന്നത്തെ ചിന്തകൾക്ക് നമ്മൾ ആധാരമാക്കിയെടുക്കുന്ന ഒരു തിരുവചന ഭാഗം ഇതാണ്. വചനം ഇപ്രകാരമാണ്: പിന്നെ യേശു മലയുടെ മുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ തൻ്റെ അടുക്കലേക്ക് വിളിച്ചു. യേശു എന്ത് ചെയ്തു? മലയുടെ മുകളിലേക്ക് കയറി ഇഷ്ടമുള്ളവരെ വിളിച്ചു. വാ, തോമസേ, ത്രേസ്യാമേ, മറിയം, ഷൈനച്ച, സിസ്റ്ററെ, എല്ലാവരും വിളിച്ച്. എന്നിട്ട് എന്തു പറഞ്ഞു? അവരെല്ലാവരും അവൻ്റെ സമീപത്തേക്ക് ചെന്നു. തന്നോടുകൂടെ ആയിരിക്കാനും പ്രസംഗിക്കാൻ അയക്കാനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുവാനുമായി അവൻ ആ 12 പേരെ നിയോഗിച്ചു. എന്ത് കാര്യത്തിനാണ്? ഈശോ
തൻ്റെ ആദ്യകാല പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ മുൻഗാമികളായ അപ്പസ്തോലന്മാരെ തെരഞ്ഞെടുത്തത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, തന്നോടുകൂടെ ആയിരിക്കാൻ. രണ്ട്, അയക്കപ്പെടാൻ. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്ന്, നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം, ഒന്ന് ഈശോയുടെ കൂടെ ആയിരിക്കണം, രണ്ട് അയക്കപ്പെടണം. ഈശോയുടെ കൂടെ ആയിരിക്കണത് ഇവിടെ ഇടതുഭാഗത്തിരിക്കട്ടെ, അയക്കപ്പെടണത് ഈ വെള്ളത്തിൻ്റെ ഗ്ലാസിൻ്റെ അടുത്തിരിക്കട്ടെ. ഇപ്പം ഏതാണ്ട് മനസ്സിലായില്ലേ? മനസ്സിലായ വെള്ളം മനസ്സിലായി, അറ്റത്തിരിക്കണ മനസ്സിലായിട്ടില്ലെന്ന്. ഇപ്പം നമ്മൾ പറയണ ഇങ്ങനെയാണ്, ഈശോയുടെ കൂടെ ആയിരിക്കാനും അയക്കപ്പെടാനുമാണ് ഒരു പ്രേക്ഷിതൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈശോയുടെ കൂടെ ആയിരിക്കാതെ എന്തെങ്കിലും ആളുകളോട് പോയി പറയാൻ നമുക്ക് പറ്റുമോ? നമ്മൾ അറിയാത്ത എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി ആളുകളോട് പ്രഘോഷണം നടത്താൻ പറ്റുമോ? നമ്മൾ അങ്ങനെ പ്രഘോഷണം നടത്തണമെങ്കിൽ നമ്മൾ അറിയണം, ഇവനെ അറിയണം. പിന്നെ രണ്ടാമത്, അറിഞ്ഞിട്ട് നമ്മൾ പറയാതിരുന്ന ആരെങ്കിലും നമ്മൾ അറിഞ്ഞ കാര്യത്തെപ്പറ്റി കേൾക്കുമോ? അതുകൊണ്ടാണ് ഫിലിപ്പോസിനോട് പറയണത്, പറയാതെ ആര് കേൾക്കും? ആരും പറഞ്ഞു തന്നിട്ടില്ല. കണ്ടോ? ഇപ്പൊ രണ്ട് കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മൾ പ്രേക്ഷിത ശുശ്രൂഷകരായി സഭയുടെ മക്കളായി ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് നിർത്തിയിരിക്കുന്നത്. എന്ത് കാര്യങ്ങളാണ്? ഒന്ന്, ഈശോയുടെ കൂടെ ആയിരിക്കാൻ. രണ്ട്, അയക്കപ്പെടാൻ. ഈ രണ്ട് കാര്യങ്ങൾ എഴുതിയെടുത്താ നിങ്ങൾ ഉറങ്ങാനല്ലോ. ഞങ്ങൾക്ക് അതൊന്നും പറയില്ല കേട്ടോ. ഇനി ഈശോയുടെ കൂടെ ആയിരിക്കുന്നതിനെ പറ്റിയുള്ള ചിന്ത ഒന്ന്, ടോപ്പിക് ഒന്ന്, അതായത് തലക്കെട്ട് ഒന്ന്, ഈശോയുടെ കൂടെ ആയിരിക്കുക. ഈശോയുടെ കൂടെ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളൊരു വചനം ഇങ്ങനെ പെട്ടെന്ന് എഴുതിയെടുത്തോ. യോഹന്നാന്റെ സുവിശേഷം അധ്യായം 7 16 തിരുവചനം, പിന്നെ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 8 26 തിരുവചനം. രണ്ടും എഴുതിയെടുത്തോ. യോഹന്നാൻ 7 16, യോഹന്നാൻ 8 26. വചനം എഴുതിയെടുക്കണം. എന്താണെന്നറിയോ? വചനം നിങ്ങൾ എഴുതിയെടുക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അച്ഛൻ ശുശ്രൂഷയിൽ കാണുന്ന ഒരു ചിന്തയാണ്. എന്താണെന്നറിയോ? അച്ഛൻ കാണുന്ന കാഴ്ചയാണ്. അപ്പോൾ തന്നെ ദൈവവചനത്തിന് നമ്മുടെ മേൽ സ്വാധീന ശക്തിയുണ്ട്, അധികാരമുണ്ട്. നമ്മൾ അറിയാതെ ആ വചനം എഴുതുമ്പോൾ തന്നെ നമ്മുടെ മേല് ആ വചനത്തിന്റെ ബലം ഇങ്ങനെ ഇറങ്ങും. ഹല്ലേലൂയ. നമ്മൾ മൊബൈലിലോ ബൈബിളിലോ എവിടെയെങ്കിലും ആ വചനം ഒന്ന് എടുത്തു നോക്കുമ്പോൾ തന്നെ ഈശോയെ പറ്റിയുള്ളൊരു സാന്നിധ്യം തന്നെ, ഓർമ്മ തന്നെ നമ്മുടെ ശരീരത്തെ വിടുവിക്കാനും ആത്മാവിനെ കൊണ്ട് നിറയ്ക്കാനും കഴിവുള്ളതാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അച്ഛനെ എഴുതാൻ പറയണത്. ഇനി രണ്ടാമത്തെ, ഉറക്കം പോകും. അത് പ്രധാനപ്പെട്ട കാര്യമോ? നമ്മുടെ ശരീരമൊക്കെ നനങ്ങുമ്പോൾ അടുത്തിരിക്കുന്ന ആളെ കൂർക്കം വിളിച്ച് നമ്മൾ ശല്യപ്പെടുത്തൂല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കണ്ടാ, അത് ദൈവാത്മാവ് ഇപ്പോൾ വെളിപ്പെടുത്തി തന്ന. ഇനി രണ്ട് വചനങ്ങൾ എഴുതി, അതായത് യോഹന്നാൻ 7 16, യോഹന്നാൻ 8 26. അതിൽ ഈശോ പറയുകയാണ്, ഞാൻ പറയുന്ന പ്രബോധനം എൻ്റെ സ്വന്തമല്ല, എന്നെ അയച്ചവൻ്റെതത്രേ. രണ്ടാമത്തെ വചനം, എന്നെ അയച്ചവൻ സത്യവാനാണ്, അവൻ്റെ അധരത്തിൽ നിന്ന് കേട്ടതാണ് ഞാൻ ലോകത്തോട് പറയണം. അപ്പൊ നമ്മൾ കൂടെ ആയിരിക്കുക എന്നുള്ള ചിന്തയിൽ നമ്മൾ ചേർത്ത് പറയുന്ന ആദ്യത്തെ കാര്യം, ഈശോ എപ്പോഴും പിതാവിൻ്റെ കൂടെ ആയിരുന്നു, അല്ലേ? ആളുകളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഈശോ എപ്പോഴും പിതാവിനോട് കൂടെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ മലയുടെ മുകളിലേക്ക് കയറി രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. പ്രഭാതത്തിൽ ഇറങ്ങി വന്നു. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ വിജനപ്രദേശത്ത് പോയി പ്രാർത്ഥിച്ചു. ഈശോ എന്തു ചെയ്തു? പിതാവിൻ്റെ കൂടെ ആയിരുന്നു എന്നുള്ളതിന്റെ തെളിവെന്താ? ഒന്നാമത്, ഈശോ പിതാവിൽ നിന്ന് കേൾക്കാൻ പോയിരുന്നു. പിതാവിൽ നിന്ന് കേട്ട കാര്യങ്ങളാണ് ഈശോ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈശോ പറയണത്, ഞാൻ പറയണ പ്രബോധനം ആരിൽ നിന്ന് കേട്ടാണ്? പിതാവിൽ നിന്ന് കേട്ട. അതിൻ്റെ രണ്ടാമത്തെ ഒരു വചനം ഇതാണ്, യോഹന്നാന്റെ അധ്യായം 12 49. ഇനി യോഹന്നാന്റെ അധ്യായം 14 10. യോഹന്നാൻ അധ്യായം 12 49, യോഹന്നാൻ അധ്യായം 14 10. രണ്ട് വചനങ്ങളിൽ ഈശോ പറയാണ്, ഞാൻ പഠിപ്പിച്ചത് സ്വമേധയല്ല, ഞാൻ എന്തു പറയണമെന്ന് എൻ്റെ പിതാവ് എന്നെ കാണിച്ചു തന്നിരിക്കണു, കൽപ്പന നൽകിയിരിക്കണു. രണ്ടാമത്തെ വചനത്തിൽ പറയും, ഞാൻ പറയണ വാക്കുകൾ എൻ്റെ സ്വന്തമല്ല, എന്നിൽ വസിക്കണ പിതാവിൻ്റെ പ്രവൃത്തികളാണ് ഞാൻ ചെയ്യണതും പറയണതും. കണ്ടോ? ഇപ്പൊ രണ്ടാമത്തെ എന്താണ്? ഈശോ കണ്ടത്, പിതാവിൽ കണ്ട കാര്യം, പിതാവ് എന്ത് ചെയ്തു എന്ന് കണ്ട കാര്യം ഈശോ നമ്മളോട് പറഞ്ഞു. ആദ്യത്തേത് പിതാവിൽ നിന്ന് കേട്ട കാര്യം ഈശോ നമ്മോട് പറഞ്ഞു, പിതാവിൽ കണ്ട കാര്യം ഈശോ നമ്മോട് പറഞ്ഞു. മൂന്നാമത്തേത് പിതാവ് പഠിപ്പിച്ച കാര്യമാണ് ഈശോ നമ്മെ പഠിപ്പിച്ചത്. യോഹന്നാൻ സുവിശേഷം അധ്യായം 5 19 തിരുവചനം നാം ഇങ്ങനെ വായിക്കുകയാണ്, എനിക്ക് പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധ്യമല്ല. എൻ്റെ പിതാവ് ചെയ്യുന്നതെല്ലാം ഞാനും ചെയ്യുന്നു.
അപ്പൊ 2-3 കാര്യങ്ങൾ എന്താ പറഞ്ഞു? ഈശോ പിതാവിൽ നിന്ന് കേട്ട കാര്യങ്ങൾ നമ്മോട് പറഞ്ഞു, പിതാവിൽ കണ്ട കാര്യം നമ്മോട് പറഞ്ഞു. ഈശോ പിതാവ് എന്ത് പ്രവർത്തിക്കുന്നുവോ ആ പ്രവൃത്തി നമ്മിലൂടെ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു. ഇനി നമ്മൾ പറയുകയാണ്, ഈ കാര്യങ്ങള് ഈശോ എങ്ങനെ പിതാവിന്റെ അടുത്തിരുന്ന് ഈ കാര്യങ്ങൾ ചെയ്ത് കണ്ട് മനസ്സിലാക്കി ചെയ്തു, അതുപോലെ ഈശോയോട് കൂടെ ഇരുന്ന് ഈശോ ചെയ്യണ കാര്യങ്ങൾ ചെയ്യാനും അവൻ ചിന്തിക്കാനും അവൻ പറയണ കേൾക്കാനും നമ്മൾ മനസ്സ് കാണിക്കണ്ടേ? പരിശുദ്ധ അമ്മ അങ്ങനെ മനസ്സ് കാണിച്ചവളല്ലേ? ഈ ദിനങ്ങളിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കണ ഒത്തിരിയേറെ കാര്യങ്ങൾ അങ്ങനെയല്ലേ? ഇനി 3 കാര്യങ്ങൾ നിങ്ങൾ തലക്കെട്ടായിട്ട് എഴുതിയെടുത്ത്. ഈശോയുടെ കൂടെ ആയിരിക്കാൻ എന്ത് ചെയ്യണം? 1, ഈശോയുടെ കൂടെ അനുരൂപപ്പെടണം. 2, വചനം കൊണ്ട് നിറയണം. 3, പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടണം. ഈ 3 കാര്യങ്ങളൊന്ന് എഴുതിയെടുത്ത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ തലക്കെട്ടിനടിയിൽ നമുക്കൊന്ന് ചിന്തിക്കാം. 1, ഈശോയുടെ കൂടെ ആയിരിക്കണം. നമ്മൾ ഈ ഇടതുവശത്ത് വെച്ചേക്കണ സാധനത്തെ പറ്റിയാണ് ഈ പറയണത്, അല്ലേ? കേട്ടാ, ഇവിടെ ഒരു സാധനം ഇരിപ്പുണ്ട്, ഇതിനെ പറ്റിയാണ് നമ്മൾ പറയണത്. അതായത് ഈശോയുടെ കൂടെ ആയിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ എങ്ങനെയാണ് ഇത് സഹായിക്കുക ഈ ചിന്ത? അതായത് 1, ഈശോയുടെ കൂടെ ആയിരിക്കാൻ, ഈശോയുടെ കൂടെ നമ്മൾ അനുരൂപപ്പെടണം. അതായത് ഈശോയെ പോലെ ആകണം. അതായത് നമ്മൾ പറഞ്ഞത് ഈശോ കണ്ട കാര്യങ്ങൾ, ചെയ്ത കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. 2-മത്തേത് വചനം കൊണ്ട് നിറയണം. 3-മത്തേത് പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടണം. ഈ 3 കാര്യങ്ങൾ കിട്ടിയാ? ഇനി 1-മത്തേത് ഈശോയുമായിട്ട് അനുരൂപപ്പെടണം. ഈശോയുമായിട്ട് അനുരൂപപ്പെടണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഈശോ നടന്ന വഴികളിലൂടെ നമ്മൾ നടക്കണം. ഈശോ ചെയ്തിരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഈശോ പ്രവേശിച്ചിരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പ്രവേശിക്കണം. ഈശോ ആളുകളോട് പെരുമാറിയതുപോലെ നമ്മൾ പെരുമാറണം. അവൻ ഉടുത്തിരുന്ന വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കണം. അവന്റെ ചിന്തകൾ നമ്മുടെ സ്വന്തമാകണം. അങ്ങനെയല്ല വേണ്ടത്. നല്ല കോട്ടുവായിടുന്ന അമ്മച്ചി, ഹായ്, നല്ല കോട്ടുവായുണ്ട്. മത്തായി സുവിശേഷം അധ്യായം 9, 10, 11 ഒന്ന് എഴുതിയെടുത്തേ. മത്തായി 9, 10, 11 വചനം അച്ഛൻ വായിക്കുകയാണ്. വചനം ഇപ്രകാരമാണ് പറയുക: യേശു അവന്റെ ഭവനത്തിൽ ചെന്ന്, അതായത് മത്തായിയുടെ ഭവനത്തിൽ ചെന്ന് ഭക്ഷണത്തിനിരുന്നപ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും വന്ന് ഈശോയോടും ശിഷ്യന്മാരോടും കൂടെ ഭക്ഷണത്തിനിരുന്നു. ഫരിസയർ ഇത് കണ്ട് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്തുകൊണ്ട്? 2-മത്തെ വചനം മത്തായി അധ്യായം 11, 19 തിരുവചനം. മത്തായി അധ്യായം 11, 19 വചനം പറയുകയാണ്: ആളുകൾ അവനെപ്പറ്റി പറഞ്ഞു, ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനായ മനുഷ്യൻ. ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ. ലൂക്കാ സുവിശേഷം അധ്യായം 15, 1 തിരുവചനം. ലൂക്കാ അധ്യായം 15, 1 തിരുവചനം. ചുങ്കക്കാരും പാപികളും എല്ലാം യേശുവിന്റെ വാക്കുകൾ കേൾക്കുവാൻ അവന്റെ അടുക്കൽ വന്നുകൊണ്ടിരുന്നു. ലൂക്കാ സുവിശേഷം അധ്യായം 19, 7 തിരുവചനം. ലൂക്കാ അധ്യായം 19, 7 തിരുവചനം. ഇത് കണ്ടപ്പോൾ ആളുകൾ എല്ലാവരും പിറുപിറുത്തു, ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. കണ്ട, നമ്മൾ ചിന്തിക്കണ പ്രകാരമാണ്. ഈശോയെ പറ്റി ആളുകൾ പൊതുവെ പറഞ്ഞിരുന്നത് എന്താണ്? കാണാൻ ഭംഗിയുള്ളൊരു ഗുരു, അങ്ങനെയായിരുന്ന. മസിലൊക്കെ ഉള്ള ഒരാള്, അങ്ങനെയായിരുന്ന. അത്ഭുത പ്രവർത്തകൻ, അങ്ങനെയായിരുന്ന. ആളുകൾ പൊതുവെ ഈശോയെ പറ്റി പറഞ്ഞിരുന്നത് വീഞ്ഞുകുടിയനും ഭോജനപ്രിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ, അങ്ങനെയല്ലേ? ഏതെങ്കിലും ഒരു പാപിയുടെ വീട്ടിൽ എപ്പോഴെങ്കിലും പോയതുകൊണ്ടോ, ഏതെങ്കിലും രോഗിയെ എപ്പോഴെങ്കിലും കണ്ടതുകൊണ്ടോ, ഏതെങ്കിലും ഒരു കുഷ്ഠരോഗിയെ ചുങ്കക്കാരന് എപ്പോഴെങ്കിലും ഭക്ഷണത്തിന് കൂടെ ഇരുത്തിയത് കൊണ്ടോ അങ്ങനെ ആയിരിക്കും അങ്ങനെ പറയണത്. അല്ല, ഈശോ പോയ ഭവനങ്ങളിലേറെയും പാപികളുടെ വീടായിരുന്നു. ഈശോ പോയ ഭവനങ്ങളിലേറെയും ചുങ്കക്കാരുടേതായിരുന്നു. അവന്റെ കൂടെ ഭക്ഷണത്തിനിരുന്നവരെല്ലാവരും സമൂഹം പാപികളെന്ന് തള്ളിക്കളഞ്ഞവരായിരുന്നു. അല്ലേ? നമ്മൾ ചിന്തിക്കണം, നമ്മൾ സഭയുടെ പ്രേക്ഷിതരാണെന്ന് പറയുമ്പോ നമ്മുടെ കൂടെ ഭക്ഷണത്തിനിരിക്കുന്നവരാരാ? നമ്മൾ നമ്മുടെ കൂടെ ആരാ എപ്പോഴും നടക്കണത്? നമ്മൾ ചിലപ്പോൾ ആദ്യത്തെ കാര്യം പറഞ്ഞേക്കാം, വീഞ്ഞുകുടിയനും ഭോജനപ്രിയനുമായ അച്ഛൻ. ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനായ അച്ഛൻ എന്ന് പറയാൻ ചിലപ്പോൾ പറ്റൂല, അല്ലേ?
ചുങ്കക്കാരുടെയും സ്നേഹിതരുടെയും പാപികളുടെയും സ്നേഹിതയായ സിസ്റ്റർ, ചുങ്കക്കാരുടെയും സ്നേഹിതരുടെയും അല്ല പാപികളുടെയും ഒറ്റപ്പെട്ടവരുടെയും സ്നേഹിതനായ തോമസ് ഏട്ടൻ നമ്മളെ പറ്റി പറയണം. അപ്പൊ ആദ്യ ചിന്ത ഈശോയുമായിട്ട് അനുരൂപപ്പെടണം. അവൻ ഏതു വഴിയിലൂടെ നടന്നുവോ, അവൻ ആരുടെ അടുക്കൽ പോയോ, അവൻ എന്ത് ചെയ്തോ. വചനം ഒരെണ്ണം കൂടി എഴുതിയെടുത്തോ, മത്തായി സുവിശേഷം അധ്യായം 14:14. അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ജനക്കൂട്ടത്തെ കണ്ടു, അവൻ അവരുടെ മേൽ അനുകമ്പ തോന്നി. മത്തായി 14:14. മത്തായി 9:35. അവൻ അവരുടെ സിനഗോഗുകളിലെ സുവിശേഷം പ്രസംഗിച്ച് ചുറ്റി സഞ്ചരിച്ചു. ആളുകളെ കണ്ടപ്പോ അവരുടെ മേൽ കർത്താവിന് അനുകമ്പ തോന്നി. മത്തായി സുവിശേഷം അധ്യായം 15:32. യേശു ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. ലൂക്കാ സുവിശേഷം അധ്യായം 7:11 മുതലുള്ള തിരുവചനം, മകൻ മരിച്ചുപോയ ഒരമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പോകണ കണ്ടപ്പോ ഈശോ പറഞ്ഞു, അവളോട് ഇങ്ങോട്ട് വരാൻ പറ. അവളെ കണ്ടപ്പോ എനിക്ക് അനുകമ്പ തോന്നുന്നു, മനസ്സലിയുന്നു. കണ്ടോ, ജനത്തിന്റെ കണ്ണുനീര്, ജനത്തിന്റെ വേദന, ജനത്തിന്റെ വിഷമം, ആളുകളുടെ സങ്കടം ഈശോയുടെ ഹൃദയത്തെ ചലിപ്പിച്ചു. വലതു കരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈശോ ആളുകളെ കണ്ടപ്പോ ഈശോയുടെ ഉള്ളിൽ സ്നേഹം ഇങ്ങനെ നിറഞ്ഞു. അത് അനുകമ്പയായിട്ട് പുറത്തു വന്നു. അവന് ഭക്ഷണം കഴിക്കാൻ സമയമില്ല, ഉറങ്ങാൻ സമയമില്ല, വെറുതെ ഇരിക്കാൻ സമയമില്ല. ഇതുപോലെ ഈ കാലഘട്ടത്തില് സഭയുടെ പ്രേക്ഷിതരാണെന്ന് അഭിമാനിക്കണം. നമ്മൾ മാറണ്ടേ. മറിയോ അങ്ങനെയല്ലേ ചെയ്തത്? ഈ ദിനങ്ങളിലൊക്കെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ? നിങ്ങൾ കണ്ണുറന്നിരുന്നേ, കണ്ണുറന്ന് അച്ഛനെ നോക്കിയേ. മറിയം അങ്ങനെയല്ലേ ചെയ്തത്? മറിയത്തിന് വെറുതെ ഇരിക്കാൻ പറ്റിയ? പരിശുദ്ധാത്മാവ് നിറഞ്ഞ മറിയം മലനിരകൾ താണ്ടി തിടുക്കത്തില് എങ്ങോട്ടൊക്കെ ഇറങ്ങിപ്പോയിന്നല്ലേ വചനം പറയണത്. ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷം മറിയം വെറുതെ ഇരുന്നു എന്നാണ് നമ്മൾ കരുതണത്. ബൈബിളിന് പുറത്തുള്ള ഗ്രന്ഥങ്ങളിൽ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, പരിശുദ്ധ കന്യകാമറിയം എവിടെയൊക്കെ ശിഷ്യന്മാർക്ക് തന്റെ ആവശ്യമുണ്ടെന്ന് കരുതിയോ അവിടെയൊക്കെ മറിയം ചെന്നു. ചില സ്ഥലങ്ങളിൽ അവർ പ്രത്യക്ഷപ്പെട്ടു, ചില സ്ഥലങ്ങളിൽ ശിഷ്യന്മാരെ കൂട്ടിച്ചേർത്തു, വിളിച്ചു വരുത്തി. ഇടറിപ്പോകല്ലേ, ഈശോ പറഞ്ഞ കാര്യങ്ങൾ ഓർക്ക് എന്ന് പറഞ്ഞവരെ ധൈര്യപ്പെടുത്തി. അവരുടെ സങ്കടം മറിയത്തിന്റെ സങ്കടമായി മാറി. മനസ്സിലാവണ്ട? അപ്പൊ ഒന്നാമത് കാര്യം ഈശോയുടെ കൂടെ ആയിരിക്കണം എന്ന് പറയുമ്പോൾ ഒന്നാമത് കാര്യം എന്താണ്? ഈശോയുമായിട്ട് അനുരൂപപ്പെടണം. ഈശോയുടെ ചിന്ത പ്രവർത്തനമൊക്കെ നമ്മുടെ സ്വന്തമാണ്. ഇനി രണ്ടാമത്തേത് കൂടെ ആയിരിക്കണം എന്ന് പറയുമ്പോൾ രണ്ടാമത് നമ്മൾ പറഞ്ഞ എന്താണ്? വചനം കൊണ്ട് നിറയണം. എന്താണ്? യെസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം അധ്യായം 3:1-3 തിരുവചനങ്ങൾ, 1 മുതൽ 3 വരെ തിരുവചനം വേഗം എഴുതിയെടുത്തോ. യെസെക്കിയേൽ അധ്യായം 3:1-3. ജെറമ്യാ പ്രവാചകൻ അധ്യായം 15-16. വെളിപാടിന്റെ പുസ്തകം അധ്യായം 10:9-10 തിരുവചനം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 1:9. ചറപറ എന്ന് എഴുതിയെടുത്തോട്ട് വീട്ടിൽ പോയി വായിച്ചു നോക്കണത്. എന്തൊക്കെയൊന്ന് വായിച്ചു നോക്കണം. നിങ്ങളത് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് സൗഖ്യം ഉണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇതിൽ പറയണ കാര്യം ഇത്രയേ ഉള്ളൂ. ദൈവം ആരെയൊക്കെ പഴയ നിയമത്തിൽ വിളിച്ചുവോ, അവൻ ആരെയൊക്കെ തന്റെ പ്രവാചകന്മാരായി തിരഞ്ഞെടുത്തുവോ അവരെയൊക്കെ അവൻ വചനം കൊണ്ട് നിറയാൻ ഓർമ്മിപ്പിച്ചു. എസെക്കിയേലിനോട് പറയുകയാണ്, മനുഷ്യപുത്രൻ ഞാൻ തരുന്ന ചുരുള് ഭക്ഷിക്ക്, വയറ് നിറക്കി. പ്രവാചകൻ പറയും, ഞാനത് ഭക്ഷിച്ചപ്പോ എന്റെ വായിൽ അത് തേൻ പോലെ മധുരിച്ചു. അല്ലേ? ഹല്ലേലൂയ. രണ്ടാമത് ജെറമ്യാ പ്രവാചകനോട് പറയും, നീ വചനം എടുത്ത് ഭക്ഷിക്ക്, അത് നിന്റെ ഹൃദയത്തിന് സന്തോഷം കൊടുക്കും. ഇപ്പൊ ജെറമ്യാ പ്രവാചകന്റെ അതരത്തില് സ്പർശിച്ചുകൊണ്ട് കർത്താവ് പറയും, നിന്റെ നാക്കിൽ ഞാൻ എന്റെ വചനം വെച്ച് വന്നിരിക്കുന്നു. ഹല്ലേലൂയ. വെളിപാടിന്റെ ഗ്രന്ഥത്തിൽ നമ്മൾ കേൾക്കുകയാണ്, ദൂതൻ ചെറിയ ചുരുളെടുത്ത് പറയും, ഇതെടുത്ത് വിഴുങ്ങുക, നിന്റെ വായിൽ ഇത് തേൻ പോലെ മധുരിക്കും. ഞാൻ അതെടുത്ത് വിഴുങ്ങി, എന്റെ വായിൽ ഇത് തേൻ പോലെ മധുരിച്ചു. ഹല്ലേലൂയ. രണ്ടാമത്തെ ചിന്ത അതാണ്, നമ്മൾ വചനം ധ്യാനിക്കണം, വചനത്തെ വിഴുങ്ങണം. ഞാൻ ഈശോയെ പോലെ ഈശോയുടെ കൂടെ ആയിരിക്കുന്നു എന്ന് പറയുമ്പോൾ വെറുതെ ഇരുന്ന് ധ്യാനിച്ചു പ്രാർത്ഥിച്ചാൽ പോരാ. ഞാൻ ഈശോ ചെയ്ത കാര്യങ്ങൾ ചെയ്യുക മാത്രമല്ല, അവന്റെ വചനം, അവന്റെ സാന്നിധ്യം, അവന്റെ ജീവൻ അതെടുത്ത് ഞാൻ വിഴുങ്ങണം. മനസ്സിലാവണണ്ട? പരിശുദ്ധ അമ്മ എന്താ ചെയ്തത്? ലൂക്കാ സുവിശേഷം അധ്യായം 2:51 തിരുവചനം വചനം പറയുകയാണ്, എല്ലാവരും ഈശോയെ പറ്റി പല കാര്യങ്ങൾ പറഞ്ഞു, അതെല്ലാം അമ്മ കേൾക്കുന്നുണ്ട്. ആളുകളൊക്കെ വിസ്മയിച്ചു. പക്ഷെ വചനം പറയുന്നു,
അമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അവൾ ഇതിനെപ്പറ്റി ഗാഢമായി ചിന്തിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തേത് വചനം വിഴുങ്ങണം. ഇനി മൂന്നാമത്തേത് പ്രേക്ഷിതൻ ചെയ്യേണ്ട ഒരു കാര്യം ആത്മാവ് കൊണ്ട് നിറഞ്ഞിട്ടുണ്ടോ എന്ന് എപ്പോഴും ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കണം. ഒരുമിച്ച് പറഞ്ഞ് ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ലൂക്കാ സുവിശേഷം അധ്യായം 24:49 തിരുവചനം. ലൂക്ക അധ്യായം 24:49 തിരുവചനം. ഈശോ പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി കിട്ടുന്നതുവരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കണം. അപ്പസ്തോല പ്രവർത്തനം അധ്യായം 1:4 തിരുവചനം. ഈശോ പറയുകയാണ്, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, ഈ പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കണം. അതായത് ഈശോ പറയുകയാണ്, ആത്മാവിനാൽ എപ്പോഴും നിറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പുണ്ടാകണം. നമ്മൾ ഈ മൊബൈൽ അല്ലെങ്കിൽ അച്ഛൻ ഉപയോഗിക്കുന്ന ഈ ടാബ്, നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ നമ്മൾ എല്ലാ ദിവസവും കറണ്ടിൽ കുത്തിയിടില്ലേ? നമ്മൾ എല്ലാ ദിവസവും കുത്തിയിടില്ലേ? ഇടില്ലേ? എന്തിനാ നമ്മൾ ഇടണത്? എല്ലാ ദിവസവും അതിന് ചാർജ് വേണം. എന്നാലേ നമുക്ക് പിറ്റേ ദിവസം കാലത്ത് എഴുന്നേറ്റ് ഒരു 10 ഗ്രൂപ്പിലേക്ക് ഗുഡ് മോർണിംഗ് അയക്കാൻ പറ്റുള്ളൂ, അല്ലേ? നമ്മൾ കാലത്തൊരു 10 പേർക്ക് പ്രൈസ്തലോടൊക്കെ വിടൂല്ലേ? എന്നാലല്ലേ വിടാൻ പറ്റുള്ളൂ. എന്നാലല്ലേ യൂട്യൂബിൽ ഏതെങ്കിലും ചാനലിലൊക്കെ കാണാനും പാട്ട് കേൾക്കാനും ഒക്കെ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതിന് ചാർജ് ഇല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റുമോ? അതുപോലെ എല്ലാ ദിവസവും ഈ നമ്മുടെ ജീവിതമാകുന്ന ഈ മൊബൈല് ഈ വിശുദ്ധ കുർബാനയോട്, അൾത്താരയോട്, ഈശോയുടെ ഹൃദയത്തോട് കുത്തിയിട്ടാൽ മാത്രമേ അവന്റെ ആഗ്രഹങ്ങളും അവന്റെ ചിന്തകളും ഒക്കെ എനിക്ക് സ്വന്തമാക്കാൻ പറ്റൂ. മനസ്സിലാവണുണ്ടാ? മനസ്സിലാവണുണ്ടാ? മനസ്സിലായവരൊന്ന് കൈയടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. അപ്പൊ നമ്മൾ മൂന്നാമത് ചിന്തിക്കണം ഇപ്രകാരമാണ്, ആ പരിശുദ്ധാത്മാവ് നമ്മൾ ജ്വലിക്കണുണ്ടോ എന്ന് നമ്മൾ നോക്കണം. പരിശുദ്ധാത്മാവ് എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടോ എന്നല്ല. പരിശുദ്ധാത്മാവ് മാമോദീസ സ്വീകരിച്ച എല്ലാവരുടെ ഉള്ളിലുണ്ട്. സ്ഥൈര്യലേപനത്തിലൂടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. വിശുദ്ധ കുമ്പസാരത്തിലൂടെയും കുർബാനയിലൂടെയും നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട്. ഉണ്ടായിട്ട് കാര്യമില്ല, ഇത് ജ്വലിക്കണുണ്ടോ എന്നുള്ളതാ പ്രശ്നം. നിങ്ങളൊരു വചനം എഴുതിയെടുത്തേ. തിമോത്തിയുടെ 2-ാം ലേഖനം അധ്യായം 1:6 തിരുവചനം. തിമോത്തി 2 അധ്യായം 1:6 തിരുവചനം. അതായത് വചനപ്രകാരമാണ് പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്, തിമോത്തിയോസെ, എൻ്റെ കൈവെപ്പിലൂടെ, നിങ്ങളെല്ലാവരും കാണാതെ പഠിച്ചിട്ടുള്ള വചനമായിരിക്കും, എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നോട് അനുസ്മരിപ്പിക്കുന്നു. അല്ലേ? നിനക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു നോക്കാനല്ല പറയണം. നിനക്ക് കിട്ടിയിട്ടുള്ള ഈ പരിശുദ്ധാത്മാവിന്റെ കൃപാവരം വീണ്ടും 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 ജ്വലിപ്പിക്കണം. ഈ തിമോത്തിയോസ് ആരാ? നിങ്ങൾ ബൈബിളിൽ വായിച്ചിട്ടില്ലേ? തിമോത്തിയോസ് ആരാ? ആരാ? നിങ്ങളൊരു വചനം എഴുതിയെടുത്ത് ഫിലിപ്പിയരുടെ ലേഖനം അധ്യായം 2:19-22 വരെ. തിമോത്തിയോസ് ആരാ നമുക്കതിൽ കാണാൻ പറ്റും. നിങ്ങൾ എഴുതിയെടുത്തോ. ബൈബിളൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും തുറന്നു നോക്കിക്കോ. ഇനി ബുദ്ധിമാന്മാരായവർ മനസ്സിൽ കുറിച്ചിട്ടോ. തിമോത്തിയോസ് ആരാണെന്ന് വചനം പറയുന്ന ഇപ്രകാരമാണ്. അതായത് പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ വിവരങ്ങൾ അറിഞ്ഞ് എനിക്ക് സന്തോഷിക്കുവാൻ വേണ്ടി. അതായത് പൗലോസ് ദൂര സ്ഥലത്താണ്. പൗലോസ് ഒരു സഭ, തിമോത്തിയോസിൽ ഒരു സഭ സ്ഥാപിച്ചിട്ട് പൗലോസ് വേറെ സ്ഥലത്ത് ഈശോയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് പൗലോസ് പറയുകയാണ്, തിമോത്തിയോസിലെ സഭയ്ക്ക് ഒരു കത്തെഴുതാണ്. അതായത് നിങ്ങളുടെ വിവരങ്ങൾ അറിഞ്ഞ് ദൂരെയാണെങ്കിലും എനിക്ക് സന്തോഷിക്കാൻ വേണ്ടി ഞാൻ തിമോത്തിയോസ് എന്ന് പേരായ ഒരുവനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നു. കേൾക്കണണ്ട? അച്ഛൻ പറഞ്ഞത് കേൾക്കണില്ലേ? ആ തിമോത്തിയോസിനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കണം. കേട്ടാ? എന്നിട്ട് അടുത്ത വാക്ക് കേൾക്കണം, അവനെപ്പോലെ നിങ്ങളുടെ കാര്യത്തിൽ ആത്മാർത്ഥമായി താല്പര്യമുള്ള വേറെ ഒരാൾ എൻ്റെ കൂടെ ഇല്ല. എന്നിട്ട് പറയാണ്, എല്ലാവരും അന്വേഷിക്കണ സ്വന്തം കാര്യമാണ്, യേശുക്രിസ്തുവിന്റെ കാര്യമല്ല. പക്ഷെ ഇവന്റെ കാര്യം അങ്ങനെയല്ല. എന്നിട്ട് പറയാ, തിമോത്തിയോസിന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ. തിമോത്തിയോസിന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ. എന്താ സ്വഭാവം? പുത്രൻ പിതാവിനോടൊത്ത് എന്നതുപോലെ. അതായത് യേശു പിതാവായ ദൈവത്തോട് ചേർന്നിരുന്ന് പ്രവർത്തിച്ചതുപോലെ ഈ തിമോത്തിയോസ് എന്നോട് ചേർന്നിരുന്ന് സുവിശേഷത്തിന് ശുശ്രൂഷ ചെയ്തു. ഹല്ലേലൂയ. ഈ പൗലോസ് എങ്ങനെയുള്ള മനുഷ്യനാ? ഇങ്ങനെ പതുക്കെ നടന്നു പോയ ആളാണ്. പൗലോസ് പറന്നു നടന്ന ഒരാളാണെന്നാണ് വചനം പറയണ. ആത്മാവ് പറപ്പിച്ചൊരു മനുഷ്യനാ. ഇങ്ങനെ പറന്നു നടന്നൊരു മനുഷ്യന്റെ കൂടെ അവന്റെ ഹൃദയത്തോട് ചേർന്ന് നിന്ന് സുവിശേഷ പ്രവർത്തനം ചെയ്യണമെങ്കിൽ അവൻ ചില്ലറക്കാരനായിരിക്കോ? അവൻ പൗലോസിനെ പോലെ ഓടണ ഒരു മനുഷ്യനല്ലേ? ഈ മനുഷ്യനോടാണ് പൗലോസ് പറയണത്, നിന്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ വീണ്ടും
വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന്. അപ്പൊ പൗലോസ് നമ്മളോടൊക്കെ എന്ത് പറയും? നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഊതിയൊക്കെ നോക്കണോ? നമ്മളോട് അങ്ങനെയല്ലേ പറയാൻ പോണത്? അല്ലേ? നിങ്ങൾ ചിരിക്കണില്ലേ? നിങ്ങൾ കേൾക്കണുണ്ടോ അച്ഛൻ പറയണത്? നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ധ്യാനിച്ചിരിക്കുകയാണ്, കണ്ടോ? അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഈ പരിശുദ്ധാത്മാവിനെ എന്തുമാത്രം ജ്വലിപ്പിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ മതിയാകില്ല. അതുകൊണ്ടാണ് അമ്മ എവിടെ പ്രേക്ഷിത ശുശ്രൂഷയ്ക്ക് കാല് കുത്തിയോ, കണ്ടോ വചനം പറയണ ലൂക്കാ സുവിശേഷം അധ്യായം 1 പറയണ, അമ്മ കാല് കുത്തിയപ്പോ എലിസബത്തിന്റെ ഉള്ളില് സ്നാപക യോഹന്നാൻ എന്ത് ചെയ്ത്? DJ ഡാൻസ് കളിച്ച്. അല്ലേ? ഈ പിള്ളേര് കളിക്കുന്ന DJ ഡാൻസ് ആദ്യം കണ്ടുപിടിച്ചത് സ്നാപക യോഹന്നാനാ. എലിസബത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ കിടന്ന് കാലും തലയും കുത്തി ഡാൻസ് കളിക്കണേ അവൻ ചില്ലറക്കാരനാണ്. അതാണ് ഈ പരിശുദ്ധാത്മാവ് ജ്വലിച്ച മനുഷ്യരുടെ പ്രത്യേകത. അതാ, പരിശുദ്ധാത്മാവ് ഒരാളുടെ ഉള്ളിലുണ്ടെങ്കിൽ അവ കാല് കുത്തണ സ്ഥലം അഭിഷേകം കൊണ്ട് നിറയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ പറയണ വാക്ക് കേൾക്കുമ്പോ അവിടെയുള്ള ബന്ധനം അഴിയും. ഹല്ലേലൂയ. അവൻ ഒരു കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞാൽ അതവിടെ നടക്കും. ഹല്ലേലൂയ. പരിശുദ്ധ മറിയം അങ്ങനെ പറഞ്ഞില്ലെങ്കിലും മറിയം കാല് കുത്തിയപ്പോ തന്നെ ബന്ധനം അഴിഞ്ഞ് ആത്മാവിനാൽ എല്ലാവരും പൂരിതരായി. കണ്ട, അമ്മ പ്രേക്ഷിത പ്രവർത്തനം നടത്താൻ നമ്മെ എങ്ങനെയാ സഹായിക്കണത്? ഈ ആത്മാവിന്റെ കൃപ നിറഞ്ഞവളായിരുന്നു ഈ അമ്മ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രേക്ഷിത ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളെല്ലാവരും പ്രേക്ഷിതരാണ്. നമ്മൾ ഈശോയെ പറ്റി പറയണം. അത് അടുത്ത കാര്യം വരും, അച്ഛൻ പറഞ്ഞുതരാം. നമ്മളെല്ലാവരും ഈശോയെ പറ്റി പറയണം. ഉപ്പാണി അച്ഛനും ഇവിടെയുള്ള ജിറിലച്ഛനും ബ്രദറും പാട്ടുകാരും മാത്രമാണ് ഈശോയെ പറ്റി പറയേണ്ടത്. നമ്മളിങ്ങനെ വചനമൊക്കെ കേട്ട് സുഖമായിട്ട് ഉറങ്ങാനുള്ളവരാണ്? നമ്മൾ എഴുന്നേറ്റ് ഈശോയെ പറ്റി പറയാനുള്ളവരല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കണം. ഈ ദിനങ്ങളിലൊക്കെ അമ്മയോട് ചേർന്നിരുന്ന് ഈ കൃപാവരങ്ങൾ ജ്വലിപ്പിക്കാൻ പ്രാർത്ഥിക്കണം. കൃപാവരങ്ങൾ ജ്വലിക്കുമ്പോൾ സഭ വളരും, നമ്മുടെ സഭ വളരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛനൊരു കുഞ്ഞു പെട്ടെന്ന് അച്ഛൻ്റെ മനസ്സിൽ കിട്ടുകയാണ്. അതായത് ഒരു ദിവസം ഇങ്ങനെ ഒരു വീട്ടുകാരിങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ഇങ്ങനെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഇങ്ങനെ വന്നപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ അവരുടെ വിഷമങ്ങളെല്ലാം പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ്റെ എപ്പോഴും മനസ്സിൽ കാണുന്ന ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ, ഒരു വാതിൽ ഇങ്ങനെ അടയ്ക്കണുണ്ട്, ഒരച്ഛൻ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. വാതിൽ അടയണുണ്ട്, അച്ഛൻ ഇങ്ങനെ നടന്നുകൊണ്ട്. അപ്പം എന്താണ് സംഭവം നമുക്ക് മനസ്സിലാവണില്ല. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചു, അമ്മ എന്താണ്? നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാനൊരു ദർശനവും വ്യാഖ്യാനപരവും എല്ലാം കിട്ടാൻ വേണ്ടി കൊരിന്ത്യരുടെ ലേഖനത്തിൽ നമ്മൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയാം. ദർശനപരവും വ്യാഖ്യാനപരവും പ്രവചനപരത്തിനു വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കണമെന്ന് അപ്പോസ്തലൻ പറയും. ഇതൊക്കെ വേണം. ഇതൊന്നുമില്ലാതെ പ്രാങ്കോ എന്ന് പറഞ്ഞ് വെറുതെ ഇങ്ങനെ നടന്നാൽ മതിയാ? നമ്മൾ കത്തി ജ്വലിക്കണവരാവണം. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഒരുത്താനോ എന്താണെന്ന് മനസ്സിലാവണല്ലോ, ഇയാളോട് ചോദിച്ചു, ഇയാൾക്ക് നല്ല ആരോഗ്യമൊക്കെ ഉണ്ട്, വല്ലതും ഇഷ്ടപ്പെടാതെ 2 ഇടി വന്നാൽ തീർന്നു, ഒന്ന് വെളിപ്പെടുത്തി തരണേ. അപ്പം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് ഇദ്ദേഹത്തോട് ചോദിച്ചു, ചേട്ടാ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുമ്പോൾ കാണുന്ന ഒരു വാതിൽ അടയാനുണ്ട്, ഒരു അച്ഛൻ ഇങ്ങനെ നടന്നുകൊണ്ട് എന്തെങ്കിലും മനസ്സിലുണ്ടോ ഒന്ന് ചോദിച്ചേ, ഒന്ന് പ്രാർത്ഥിച്ചേ പോയിരുന്നു, ഒന്ന് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു അവിടെ പോയി. ഇദ്ദേഹം ഇങ്ങനെ കുറച്ച് നേരമൊക്കെ സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിച്ച് ഇദ്ദേഹം ഇങ്ങനെ മനസ്സിങ്ങനെ വല്ലാതെ ഉലഞ്ഞു വന്നിട്ട് ഇങ്ങനെ ഇദ്ദേഹം പറയാണ്, അതായത് അദ്ദേഹത്തിൻ്റെ അപ്പൻ ആയിരുന്ന സമയത്ത് ആ വീട്ടിൽ ഇടവക ദേവാലയത്തിൽ ഒരു നിർമ്മാണ പ്രവർത്തനമൊക്കെ നടന്നു. അപ്പോൾ ദേവാലയത്തിൽ പൊതുവായിട്ട് അത് അറിയിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സമയത്ത് അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, കമ്മിറ്റി അംഗങ്ങളോടുകൂടെ അച്ഛനും ഇങ്ങനെ നിങ്ങളുടെ ഭവനങ്ങളിലേക്കൊക്കെ വരും, നമ്മുടെ ഇടവകയിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ് നടക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ സാധ്യമായ എല്ലാവരും എന്ത് ചെയ്യണം? സഹായിക്കണം, നിങ്ങളുടെ സഹായം വേണം. അപ്പോൾ അച്ഛനും കമ്മിറ്റിക്കാരൊക്കെ ഉണ്ടാവും. അങ്ങനെ അച്ഛനും കമ്മിറ്റിക്കാരും കൂടെ ഈ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ, ഇയാളുടെ അപ്പനാണ് വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ഇയാൾ ഭക്ഷണമൊക്കെ കഴിച്ച് എഴുന്നേറ്റ്. അപ്പോൾ നോക്കണം, ആ നട്ടുച്ച നേരത്താണ്, ഉച്ച നേരത്ത് വെയിലൊക്കെ കൊണ്ട് അച്ഛനും കമ്മിറ്റിക്കാരും കൂടി പള്ളിയുടെ പൊതുവായിട്ടൊരു കാര്യത്തിന് വേണ്ടി ഞാൻ നടക്കുകയാണ്. അവൻ ഇങ്ങനെ അച്ഛൻ വന്ന് ഇയാൾ കണ്ടു. ഇയാൾ എന്ത് ചെയ്തെന്നറിയോ? അപ്പം അന്ന് ഈ പറയണ മകൻ കുഞ്ഞായിരുന്നു, അവനിത് അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം, കണ്ടിട്ടൊക്കെ ഉണ്ട്. അപ്പൻ എന്ത് ചെയ്തെന്നോ, അപ്പൻ വേഗം എഴുന്നേറ്റ് നിന്ന് വാതിൽ കൊട്ടി അടച്ചിട്ട് പറഞ്ഞു, എല്ലാ വീട്ടിലും കയറി തിന്നാൻ വന്നേ കാണുന്നൊരു അച്ഛൻ. അപ്പോൾ പുള്ളി പറഞ്ഞാണ്, എൻ്റെ അപ്പൻ എന്ന് പറഞ്ഞച്ചാ, എല്ലാ വീട്ടിലും കയറി തിന്നാൻ വന്നേക്കാണ്, എൻ്റെ വാതിലടച്ചിട്ട് ഇവിടെ ഒന്നുമില്ല, പോയിക്കോ, ഒന്നുമില്ല എന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞോളൂ. അച്ഛനൊന്നും പറഞ്ഞില്ല. അച്ഛൻ കമ്മിറ്റിക്കാരോട് കൂടെ ഈ വീട്ടിൽ കിട്ടിയില്ലെങ്കിൽ അടുത്ത വീട്ടിൽ, അത്രേ ഉള്ളൂ, അടുത്ത വീട്ടിലേക്ക് പോയി. അച്ഛനൊന്നും പറഞ്ഞില്ല. പക്ഷേ ആ കുടുംബത്തിലേക്ക് ഒഴുകേണ്ടിയിരുന്ന കർത്താവിൻ്റെ കൃപാവരം അതോടെ തടസ്സപ്പെട്ടു. ഈ കൃപാവരം എവിടെയാണ് തടസ്സപ്പെട്ടതെന്ന് നാളുകളായിട്ടും പ്രാർത്ഥിച്ചിട്ടും ഇവർക്ക് മനസ്സിലാവണില്ല. പരിശുദ്ധ അമ്മയുടെ അടുക്കലിരുന്ന്
ജപമാല ചൊല്ലി ആത്മാവിൽ ധ്യാനിച്ചു പ്രാർത്ഥിച്ചപ്പോ ദൈവത്തിന്റെ ആത്മാവിന്റെ മനസ്സത് ഗ്രഹിക്കാനായിട്ട് തുറന്നു കൊടുത്തു. കണ്ട, ദൈവത്തിന്റെ ആത്മാവ് അവന് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് ഇങ്ങനെ ഒരു കാഴ്ച, ദർശനം കൊടുത്തു. അതാണ് അച്ഛൻ പറയണത്, നമ്മൾ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുമ്പോ കൃപാവരങ്ങൾ ഉപയോഗിച്ചു പ്രാർത്ഥിക്കണം. നിങ്ങൾ വെറുതെ ആരുടെയും തലേ കൈവച്ച് ആരെങ്കിലും ആവശ്യത്തിന് വേണ്ട എല്ലാം ശരിയാവും, കർത്താവ് രക്ഷിച്ചു പോയിക്കോ തട്ടിയാണ്ട് വിട്ടാ പോരാ. നിങ്ങൾ അവരുടെ വേദന നമ്മുടെ വേദനയായിട്ട് കണ്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇവന്റെ വീട്ടിലെന്താ പ്രശ്നം, അത് എന്റെ വേദനയാ. അങ്ങനെയല്ലേ പരിശുദ്ധ അമ്മ അതല്ലേ ചെയ്ത്? ആ കാനായിലെ വിവാഹ വിരുന്നിൽ അമ്മയ്ക്ക് ഒരാവശ്യമില്ല. അമ്മ അത് ആരംഭിച്ചില്ലായിരുന്നെങ്കിൽ ക്രിസ്തുവിന്റെ പീഡാസഹനത്തിന്റെ നീളം കുറച്ചും കൂടി വൈകിയാനേ. പക്ഷെ അമ്മ എന്ത് ചെയ്ത് ആ കുടുംബത്തിന്റെ വേദന തന്റെ വേദനയായിട്ട് അമ്മ സ്വീകരിച്ചു. എന്നിട്ട് ഈശോയോട് പറഞ്ഞു, അത് ചെയ്തു കൊടുക്ക് അല്ലേ. അതുപോലെ കൃപാവരങ്ങൾ ഉപയോഗിച്ചു പ്രാർത്ഥിക്കണം. പ്രേക്ഷിത ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇരിക്കുമ്പോ അമ്മ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, വേറെ ആര് കാണുന്നതിന് മുമ്പ് നമ്മുടെ മുമ്പില് സങ്കടത്തോടെ വന്നിരിക്കണ ഒരു മനുഷ്യന്റെ കുടുംബത്തിന്റെ വ്യക്തി ജീവിതത്തിന്റെ വേദന നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് വെളിപ്പെടുത്തി തരണം. വലത് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ആരാധനയുടെ സമയത്തും വിശുദ്ധ കുർബാന അർപ്പണത്തിനൊക്കെ പ്രാർത്ഥിക്കണം, കർത്താവേ ഈ കൃപാവരം കിട്ടാൻ, ദർശനവരം, വ്യാഖ്യാനവരം, ഭാഷാവരം, പ്രവചനവരം ഇത് കിട്ടാൻ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കൂ. അടിപൊളി. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് അങ്ങനെ നമ്മളെ വളർത്തും, സഭയെ വളർത്തും. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, ഈ ഭാഗത്ത് വെച്ചേക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞു, എന്താണ്? ഈശോയുടെ കൂടെ ആയിരിക്കുക. ഇനി രണ്ടാമത്തെ കാര്യമാണ് പ്രധാനപ്പെട്ടത്, ഈശോയ്ക്ക് വേണ്ടി അയക്കപ്പെടുക. ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ നമ്മൾ ബലപ്പെടുന്ന കാര്യമാണ് ബൂസ്റ്റ്, കോംപ്ലാൻ ഇതൊക്കെ കഴിച്ച് നമ്മൾ ബലപ്പെടാണ്. അതായത് ഈശോ ചെയ്ത കാര്യങ്ങളെല്ലാം ചെയ്യും, കേട്ട കാര്യങ്ങൾ കേൾക്കും, അവൻ്റെ ഹൃദയം പോലെ ആകും. രണ്ടാമത് വചനം എടുത്തു വിഴുങ്ങും. ബൈബിളൊക്കെ എടുത്ത് തിന്നരിട്ടാ വീട്ടിൽ പോയിട്ട് വചനം എടുത്തൊക്കെ വിഴുങ്ങും. ചെറിയ ബൈബിളൊക്കെ ആണെങ്കിൽ തിന്നാൻ എളുപ്പമാണ്, ഇപ്പം പെട്ടെന്ന് ഇറങ്ങിപ്പോവും. വചനം എടുത്ത് വിഴുങ്ങും. മൂന്നാമത്തെ എന്താണ്? ആത്മാവിൽ നിറയും. അത് ഓർത്തല്ലോ, അത് രക്ഷപ്പെട്ടു, അത് മതി, അത് കേട്ടാൽ മതി, വേറെ ഒന്നും കേട്ടില്ലെങ്കിലും. ഇനി രണ്ടാമത്തെ ഈ ഗ്ലാസ്സിന് അടുത്തിരിക്കുന്ന കാര്യമാണ് അയക്കപ്പെടുക. ഇനി പ്രേക്ഷിതന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ദൗത്യം ഈശോയുടെ കൂടെ ആയിരുന്നതിന് ശേഷം, ശക്തിപ്പെട്ടതിന് ശേഷം വീട്ടിൽ പോയി മുറിയുടെ അകത്തിരുന്ന് കൈ ഉയർത്തി പ്രാർത്ഥിക്കാനല്ല, നമ്മൾ മുറി തുറന്ന് പുറത്തിറങ്ങി ആളുകൾക്ക് വേണ്ടി അയക്കപ്പെടണം. വചനം എഴുതിയെടുത്തു. അതായത് അപ്പസ്തോല പ്രവർത്തനം അധ്യായം 6 1 മുതലുള്ള തിരുവചനം. അപ്പസ്തോല പ്രവർത്തനം അധ്യായം 6 1 മുതലുള്ള തിരുവചനം. അതിൻ്റെ പശ്ചാത്തലം ഇങ്ങനെയാണ്, ഞാൻ പറഞ്ഞുതരാം. അതായത് ആദിമസഭയിൽ ഗ്രീക്കുകാരും ഹെബ്രായർ, അതായത് ജൂതന്മാർ, അത് ക്രിസ്തുവിനെ വിശ്വസിച്ചിരുന്ന ആളുകളും ഗ്രീക്കുകാർ, അതായത് ക്രിസ്തുവിന്റെ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ആളുകളും, അതായത് വിജാതീയരാണ് ഗ്രീക്കുകാരെന്നൊക്കെ പറയണം അല്ലേ. അങ്ങനെ ഈശോയുടെ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ആളുകൾ, പിന്നെ യഹൂദരായിട്ട് ഈശോയിലേക്ക് വിശ്വസിച്ച് ഈശോയുടെ അനുയായികളായ ആളുകൾ തമ്മിൽ ചെറിയൊരു സ്പർദ്ധയുണ്ടായി, തർക്കമുണ്ടായി. തർക്കത്തിന് കാരണം എന്താ? അവർ ഒരുമിച്ച് കൂടുമ്പോൾ അവർക്ക് കിട്ടുന്ന സഹായം പല ആളുകൾക്കും കിട്ടണില്ല. അതായത് ഈ വിജാതീയർ ക്രിസ്ത്യാനികളായവർക്ക് രണ്ടാം കൂടി അവർക്ക് കുറച്ച് സഹായം, ഈ യഹൂദര ക്രിസ്ത്യാനികൾ അവർക്ക് കുറേ സഹായം. അങ്ങനെ ഒരു തരംതിരിവ് നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെയൊക്കെ നമ്മളൊന്നും ആളെ നോക്കിയാൽ കൊടുക്കുകയൊക്കെ. അതുപോലെ അന്നുണ്ടായിരുന്നു. നമ്മൾ ആരെയും കുറ്റം പറയണ്ട, അന്നുണ്ടായിരുന്നു, പിന്നെയാണ് ഇന്ന്. അങ്ങനെ ഒരു തരംതിരിവുണ്ടായപ്പോ, ഈ പ്രശ്നമുണ്ടായപ്പോ അപ്പസ്തോലന്മാരെല്ലാവരും ശിഷ്യരുടെ സമൂഹത്തെ വിളിച്ചുകൂട്ടി പറഞ്ഞു, ഈ ഭക്ഷണമേശയിൽ, ഈ സഹായ വിതരണത്തിൽ മാത്രം ഞങ്ങളിങ്ങനെ ഓടി നടക്കണ ശരിയല്ല. ഞങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യമായ ദൈവവചന ശുശ്രൂഷയിൽ ഉപേക്ഷ കാണിച്ച് ഞങ്ങള് മറ്റു കാര്യങ്ങളിലേക്ക് പോണത് ശരിയല്ല. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് കുറച്ചുപേരെ, ഇവര് 7 പേരെ തിരഞ്ഞെടുക്ക്, അവര് സഹായങ്ങൾ ചെയ്യട്ടെ, ഞങ്ങള് ദൈവവചനം പ്രഘോഷിക്കാം. ഹല്ലേലൂയ. കണ്ടോ? എന്നിട്ട് വചനം പറയണ കേൾക്കണം. അങ്ങനെ 7 പേരെ തിരഞ്ഞെടുത്തു, അവരെ ആ പരിശുദ്ധാത്മാവിൽ നിറച്ചു. അപ്പസ്തോലന്മാര് ഈ കാര്യങ്ങൾ അവരെ ഏൽപ്പിച്ചു. അപ്പസ്തോലന്മാര് ഈശോ പറഞ്ഞ പ്രധാന കാര്യമായ വചനം പ്രഘോഷിക്കാൻ ഇറങ്ങി. വചനം പറയണ കേൾക്കണം. ആളുകളുടെ എണ്ണം വർദ്ധിച്ചു. പുരോഹിതന്മാരിൽ വളരെ പേര് പോലും വിശ്വാസം സ്വീകരിച്ചു. ഹല്ലേലൂയ. കണ്ട, നമ്മുടെ പ്രധാനപ്പെട്ട ജോലി, എൻ്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ സഹായിക്കലല്ല,
പൈസ കൊടുത്ത് സഹായിക്കല്, വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു കൊടുക്കല്, തയ്യൽ മെഷീൻ കൊടുക്കല്, അവരെ ആശുപത്രി കൊണ്ടുപോക്ക്, ആംബുലൻസ് വിളിച്ചു കൊടുക്കല്, അവർക്ക് അതല്ല നമ്മുടെ ജോലി. നമ്മുടെ ജോലി വചനപ്രഘോഷണ. മറ്റു കാര്യങ്ങൾ അവഗണിക്കരുത് എന്ന പ്രധാനപ്പെട്ട കാര്യത്തെ നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ഈശോയെ പറ്റി പറയുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ജോലി. വചനം നോക്കിയേ, പുറപ്പാടിന്റെ പുസ്തകം അധ്യായം 3:10. പെട്ടെന്ന് എഴുതിരുത്തോ. പുറപ്പാട് അധ്യായം 3:10. കർത്താവ് മോശയെ വിളിച്ചിട്ട് പറയുകയാണ്, ജനത്തിന്റെ അരികിലേക്ക് പോ, എന്നിട്ട് ഞാൻ പറയണ കാര്യം അവരോട് പറയണം. നിങ്ങൾക്ക് ഉറക്കം വന്നുണ്ടാ? വന്നാൽ ഞാൻ ഉറക്കൂല. എഴുന്നേറ്റിരിക്കണം. വേണമെങ്കിൽ ഒന്ന് എഴുന്നേറ്റിരുന്നു. രണ്ടാമത്തെ കാര്യമില്ല, ചാടി എഴുന്നേറ്റോ. ഉറങ്ങണവരെഴുന്നേക്കണ്ട കേട്ടോ. ഉറങ്ങണവരിരുന്ന് ഉറങ്ങിക്കോ. സന്തോഷമായില്ലേ? ഇനി കാലും കൈക്കൊന്ന് വെറുതെ പൊക്കി നോക്കിയേ. നമ്മൾ ഈ വചനം കേൾക്കണ പിശാചിന് ഇഷ്ടമല്ല. കാരണം നമ്മൾ ഈ വചനത്തിന്റെ രഹസ്യം മനസ്സിലാക്കും. നിങ്ങൾ റിലാക്സ് ചെയ്തോട്ടാ, കൈയൊക്കെ ഒന്ന് പൊക്കിക്കോ. നമ്മൾ ഈ വചനം കേട്ട് നമ്മൾ ദൈവത്തെ അറിയൂ എന്നുള്ളത് പിശാചിന്റെ ഭയങ്കര പേടി. അതുകൊണ്ട് അവൻ പറയും, അയ്യോ മോനെ യാത്രയൊക്കെ ചെയ്തു വന്നല്ലേ, സുഖമായിട്ട് ഉറയിക്കും. നമ്മളെങ്ങനെ സുഖമായിട്ട് ഉറങ്ങാൻ അവൻ നിർബന്ധിക്കും. നമ്മൾ ഈശോയുടെ വചനം കേൾക്കുമ്പോൾ, അപ്പസ്തോലന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നുകയും, ഇത്ര അത്ഭുതം നടന്നൊരു സ്ഥലമോ, അതിശയം. ആളുകൾ അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മ കണ്ടിട്ട് അവർ വിസ്മയിച്ചു എന്ന് പറയണ. നമ്മുടെ ഏതെങ്കിലും പ്രാർത്ഥനാ കൂട്ടായ്മ കണ്ട് ആരെങ്കിലും വിസ്മയിക്കാറുണ്ടോ? അവർ പറയും പിന്നെ പ്രാണന്മാരെന്ന് പറയും. നമുക്കെതിരെ വിസ്മയിക്കണം, പരിഭ്രാന്തി ഉണ്ടാകണം, കൈ ഉയർത്താൻ പേടിക്കണം. അപ്പൊ നമ്മൾ ഈശോയുടെ മക്കൾ സന്തോഷിക്കണം, അല്ലേ? വലതുകരം ഉയർത്തി, അല്ല 2 കൈ ഉയർത്തി ഇന്ന് കൈയടിച്ചു, വലതുകരം ഉയർത്തിനെ കൈയടിക്കണം. ഇനിയിരിക്കാം. ഇനി നമ്മൾ അടുത്തൊരു വചനം, ഒന്ന് പുറപ്പാട് അധ്യായം 3:10 നമ്മൾ എഴുതി. ഇന്ന് ജെറമിയ പ്രവാചകന്റെ പുസ്തകം അധ്യായം 1:7 തിരുവചനം. അതിങ്ങനെയാണ്. പ്രവാചകനോട് ദൈവം പറയും, ഞാൻ അയക്കുന്ന സ്ഥലത്തേക്ക് നീ പോകണം. നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്കല്ല, നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാനല്ല, ഞാൻ അയക്കണ സ്ഥലത്തേക്ക് നീ പോകണം. എന്നിട്ട് ഞാൻ പറയണ കാര്യം നീ ചെയ്യണം. ഹല്ലേലൂയ. ഇത്ര നേരമായിട്ട് ഞാൻ ചുമച്ചില്ല കേട്ടോ. ദൈവത്തിന് നന്ദി. ഇനി ചുമക്കില്ലെന്ന് ശ്വാസം എടുത്തോട്ടെ ഞാൻ. അതുകൊണ്ട് ശ്വാസം എടുക്കാൻ അനുവദിച്ചല്ലോ, അവന് നന്ദിയുണ്ട് കേട്ടോ. ഇനി മത്തായി സുവിശേഷം അധ്യായം 10:16 തിരുവചനം. മത്തായി 10:16 തിരുവചനം. ഈശോ പറയാണ്, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതായത് ഈശോ എന്താ പറയണത്? നിങ്ങളെ കാണുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കസേരയ്ക്ക് ഇട്ട് എന്ന് പുപ്പാണിയച്ചൻ പറഞ്ഞ പോലെ നല്ല വാക്കൊക്കെ പറഞ്ഞ് ഷൈനച്ചാ വാ എന്നൊക്കെ പറയണ സ്ഥലത്തേക്ക് നമ്മൾ അയക്കും എന്നാണ് പറയണത്. നിന്നെ കണ്ട തെറി പറയണം, നിന്നെ കടിച്ചു കീറാന്നിക്കണ ആളുകളുടെ ഇടയിലേക്ക് ഞാൻ നിന്നെ അയക്കും. പോണം. അതാ പ്രേക്ഷിതന്റെ ജോലി. അടുത്ത വചനം നോക്കി, മർക്കോസ് സുവിശേഷം അധ്യായം 14:15, മത്തായി അധ്യായം 28:19. മർക്കോസ് 14:15, മത്തായി 28:19. ഈശോ പറയണ എല്ലാം സെയിമാണ്. അതായത് നിങ്ങൾ പോയി ലോകം എങ്ങും പോയി വചനം പ്രഘോഷിക്കണം, പേടിക്കരുത്, യുഗാന്തം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. വേണ്ട. അപ്പൊ ഈശോ തൻ്റെ കൂടെ ഇരുന്ന് ശക്തിപ്പെടുത്തിയവരെ രണ്ടാമത് എന്ത് ചെയ്യാനാ നിർബന്ധിക്കണേ? അയക്കണം. എന്തിനു വേണ്ടി? വചനം പറയാൻ അയക്കണം. വചനം പറയുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ജോലി, അല്ലേ? ഇനി ഇതിന്റെ താഴെ 2-3 കാര്യങ്ങളൊന്നും എഴുതിയെടുത്ത. ഒന്ന് ഇങ്ങനെ എഴുതിയ നിങ്ങൾ, വചന പ്രഘോഷണം അല്ലെങ്കിൽ വചനം പറയുക എന്നുള്ളത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. എഴുതിയേ, ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, നമ്മുടെ പ്രവൃത്തിയല്ല. അമ്മച്ചി എന്താണ് സുഖമല്ലേ? ഗൗരവത്തിലേക്ക് ഇരിക്കണം. എന്താ അമ്മച്ചി കണ്ണ കുരുട്ടി നോക്കണം, ഇവൻ എന്തൊക്കെയാണ് പറയണത്? മനസ്സിലാവണമില്ല. ശോ, അങ്ങനെ വല്ലതും ഉണ്ടോ അമ്മച്ചി? കുഴപ്പമൊന്നുമില്ല, സന്തോഷമല്ലേ? ഭക്ഷണമൊക്കെ കഴിച്ചാ? ഉപവസിച്ച് പ്രാർത്ഥിക്കണോട്ടാ. അതിൻ്റെ അത് ഒന്നാമത് നിങ്ങൾ എഴുതിയ എന്താണ് വചനപ്രഘോഷണം കർത്താവിന്റെ പ്രവൃത്തിയാണ്. നിങ്ങൾ 2 വചനം എഴുതിയേ. മർക്കോസിന്റെ സുവിശേഷം അധ്യായം 16:15. മർക്കോസിന്റെ സുവിശേഷം അധ്യായം 16:15. ഒരു കാര്യം ചെയ്യാം, എൻ്റെ മൊബൈൽ പുറയിലിരിപ്പുണ്ട്, ഒന്ന് എടുത്തു തരാമോ? അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു വചനം കൂടി എഴുതിക്കോ. മർക്കോസിന്റെ സുവിശേഷം അധ്യായം 16:20. അത് വചനം ഇപ്രകാരമാണ് പറയുക. അതായത് എല്ലാ സ്ഥലത്തും പോയി വചനം പറയാൻ ദൈവം അപ്പസ്തോലന്മാരയച്ചു, ഈശോ അപ്പസ്തോലന്മാരയച്ചു. എന്നിട്ട് 16:20 നിങ്ങൾ എന്താ വായിക്കണത്? അവര് പറഞ്ഞ കാര്യങ്ങള് എന്ത് ചെയ്തു? അവൻ അടയാളങ്ങൾ വഴി, അത്ഭുതങ്ങൾ വഴി അവൻ സ്ഥിരീകരിച്ചു, സാക്ഷ്യപ്പെടുത്തി. അപ്പൊ അത് ആരുടെ കാര്യമാ? വചനം പ്രഘോഷിക്കണം എന്നുള്ളത് ആരുടെ പണിയാ? ദൈവത്തിന്റെ ഉത്തരവാദിത്വം. ദൈവം നമ്മളെ ഏൽപ്പിച്ചേക്കണ ദൈവത്തിന്റെ പ്രവൃത്തിയാ. അവൻ അത്ഭുതം കൊണ്ട് അതിനെ ബലപ്പെടുത്തും.
നമ്മൾ പറയണത് എന്താ? ഒരു ധ്യാനമൊക്കെ കൂടി എന്നാ പിന്നെ ഒന്ന് കുറച്ച് സമയം സുവിശേഷം പ്രഘോഷിച്ചേക്കാം. നമ്മുടെ പ്രവൃത്തിയാണെന്നാണ് നമ്മൾ പറയണത്. നമ്മൾ പറയണത് നമ്മുടെ ഔദാര്യമാണ്. സുവിശേഷ പ്രഘോഷണം എന്നുള്ളത് നമ്മുടെ ഔദാര്യമാണെന്നാണ് നമ്മൾ കരുതണത്. ആണോ? സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പ്രവൃത്തിയാ, അത് നമ്മൾ ചെയ്യേണ്ടതാ. അടുത്ത വചനം നോക്കിയേ, അപ്പസ്തോല പ്രവർത്തനം അധ്യായം 13:2. നോക്കിയേ, അപ്പസ്തോല പ്രവർത്തനം അധ്യായം 13:2. വേഗം കൊടുത്ത് ഇങ്ങനെയാണ് വചനം പറയുക. 13:2 നമ്മൾ വായിക്കാം, അച്ഛൻ വായിക്കാം. അതായത്, കർത്താവിന് ശുശ്രൂഷ ചെയ്യവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, സാവൂളിനെയും ബാർണബാസിനെയും ഞാൻ വിളിച്ചിരിക്കണ ജോലിക്ക്. എന്ത് ജോലിക്ക്? അത് പിന്നീട് പറയാനുണ്ട്. സുവിശേഷം പ്രഘോഷിക്കാൻ മാറ്റി നിർത്തുക. എന്നിട്ട് അപ്പസ്തോല പ്രവർത്തനം അധ്യായം 14, നമ്മൾ 13:2 എഴുതി, 14:2-3 നോക്കി. അതായത്, അവർ എല്ലാ സ്ഥലങ്ങളിലും പോയി സുവിശേഷം പ്രസംഗിച്ചു. എന്നിട്ട് 14-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വചനം പറയുകയാണ്, കർത്താവിനെ പറ്റി അവർ ധൈര്യപൂർവ്വം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ അവർക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് കർത്താവ് തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷ്യം നൽകി. കണ്ട, വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ വചനം പറയുക എന്നുള്ളത് എന്റെ കടമയാണോ? അതും എന്റെ ഔദാര്യമാണോ? ഔദാര്യോ? കടമയാണ്. എനിക്ക് സമയമുള്ളപ്പോൾ ഞാൻ പോയി ശുശ്രൂഷ ചെയ്തേക്കാം. എനിക്ക് സമയമുള്ളപ്പോൾ ഞാൻ പോയി ശുശ്രൂഷ ചെയ്തേക്കാം. കർത്താവിന് എൻ്റെ ഒരു സമയത്തിന്റെ കുറച്ച് ഞാൻ കൊടുത്തേക്കാം. അങ്ങനെയല്ല പറയേണ്ടത്. ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ഈശോയ്ക്ക് വേണ്ടി കൊടുക്കാൻ തീരുമാനിച്ചേക്കാണ്. ഓക്കെ, അപ്പസ്തോല പ്രവർത്തനം അധ്യായം 16:2, 16-14. അപ്പസ്തോല പ്രവർത്തനം അധ്യായം 16-14. അതായത്, വചനപ്രഘോഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പട്ടണത്തിൽ നിന്ന് പട്ടുവിൽപ്പനക്കാരിയും ദൈവഭക്തിയുമായ ലിദിയ എന്ന സ്ത്രീ ഉണ്ടായിരുന്നു. പൗലോസ് പറഞ്ഞ വചനം സ്വീകരിക്കാൻ ആര് അവളുടെ ഹൃദയം തുറന്നു എന്ന വചനം പറയണ്. പൗലോസ് അവളുടെ ഹൃദയം തുറന്ന, കേക്കടി കേക്കടി മാനസാന്തരപ്പെടറി, അങ്ങനെയാണ് പറഞ്ഞേ. വചനം പറയാ, അവൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ദൈവമായ കർത്താവ് ലിദിയായുടെ ഹൃദയത്തെ തുറന്നു. അപ്പൊ ആരുടെ പ്രവൃത്തിയാ വചന പ്രഘോഷണം നടത്തുക എന്നുള്ളത്? ദൈവത്തിന്റെ പ്രവൃത്തിയാ. മനസ്സിലാവാനുണ്ടാ? 2. ഇനി 2, സുവിശേഷ പ്രഘോഷണത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവും. അപ്പം നിങ്ങൾ എഴുതിയെടുത്തു. 1, സുവിശേഷം പറയുക എന്നുള്ളത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. 2-ാമത്തേത്, അതിന് എതിർപ്പുണ്ടാവും. അല്ലേ? എപ്പോഴും ആളുകൾ നമ്മെപ്പറ്റി നല്ലത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുമോ? സുവിശേഷം പറയണ ആള് നല്ല ആള്, വാ വാ വാ, അങ്ങനെ പറയില്ല. ഇവനൊക്കെ വേറെ പണിയില്ല എന്നല്ല പറയുള്ളൂ. അല്ലേ? നിങ്ങളോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ആരും. നമ്മൾ പ്രാർത്ഥിക്കണം. എന്താ, കഴിഞ്ഞ ദിവസവും കുർബാനയിൽ വിശ്വാസികളുടെ പ്രാർത്ഥനയിൽ ഒരു കുഞ്ഞ് ടീച്ചർ എഴുതി കൊടുത്തേക്കാം, കൊച്ചു പ്രാർത്ഥിക്കുക. മിഷണറിമാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സുവിശേഷ വേല ചെയ്യുന്ന മിഷണറിമാർക്കുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും മാറ്റിക്കളയണമെന്നും അവരെ എതിർക്കുന്ന ഭരണാധികാരികളെ തുടച്ചു നീക്കണമെന്നും കർത്താവായ ഞങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന്. അട്ടെല്ലാവരും കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന്. ഞാൻ നോക്കി, ഏത് ടീച്ചറെ എഴുതി കൊടുത്ത്, ബോധമില്ലാത്ത ടീച്ചർ. അങ്ങനെ പറയാമോ? നമ്മൾ പ്രാർത്ഥിക്കണ, നമ്മുടെ എതിരെ നിൽക്കണ ഒക്കെ തുടച്ചു നീക്കപ്പെടട്ടെ എന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേട്ട ഒരു കുഞ്ഞു കഥയുണ്ട്, ഒരു ചിന്ത ഇതിനുമായിട്ട് ബന്ധപ്പെട്ട്. നിങ്ങൾ നോക്കി, നിങ്ങൾ ഫുട്ബോൾ കളിക്കണവർ ആരൊക്കെയുണ്ട്? നിങ്ങൾ കളിക്കില്ലായിരിക്കും. നിങ്ങൾ കളിക്കണവർ ആരൊക്കെയുണ്ട്? ആരുമില്ലേ? കളിച്ചിരുന്നവർ, കളി കാണുന്നവർ, കളി കാണാൻ ഇഷ്ടമുള്ളവർ കുറേ പേരുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ കാണുന്നവരൊക്കെ? ഇഷ്ടമല്ലേ? നിങ്ങളെപ്പോഴും സുവിശേഷം കേൾക്കണവരാണൊന്ന് പോടുന്നു. പിന്നെ ഫുട്ബോൾ കളിക്കുമ്പോൾ 2 ടീമുണ്ടെന്ന് അറിയോ? ഒരു ടീമല്ല 2 ടീമുകളെ കളിക്കണേന്ന് അറിയോ? ഭാഗ്യം, അതെങ്കിലും അറിയാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നന്ദി. 2 ടീമാണ് കളിക്കണത്. ഒരു ടീമിൽ 11 പേരുണ്ടെന്ന് അറിയോ? 11 പേരുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ ചിന്തിക്കും, ഒരു ടീം ഇങ്ങനെ കളിച്ച്, നിങ്ങളുടെ ഒരു ടീമും നിങ്ങളുടെ ടീമും നിങ്ങളുടെ ടീം ഇങ്ങനെ കളിച്ച് 2 പേരും കളിച്ച്, ഇവർ 2 ഗോൾ അടിച്ചിരിക്കുക. നിങ്ങൾ മുട്ടയിട്ട് ഗോളില്ല. നിങ്ങൾ എന്ത് ചെയ്തിട്ട് അവിടെ പോയി ഗോളടിക്കാൻ പറ്റില്ല. ഇവർ പോസ്റ്റിന് മുമ്പിൽ നിന്ന് മാറണില്ല. അവസാനം നിങ്ങളുടെ ക്യാപ്റ്റൻ ഈ മുമ്പിലിരിക്കണ ഈ സുന്ദരൻ, ബൈബിളൊക്കെ പിടിച്ചിട്ട് സുന്ദരൻ ക്യാപ്റ്റൻ ഇരിക്കട്ടെ. ക്യാപ്റ്റൻ വിളിച്ചിട്ട് എല്ലാവരും വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നേ, നമുക്ക് 15 മിനിറ്റ് കൂടി ഉള്ളൂ കളിക്കാൻ. ക്യാപ്റ്റനെ അന്തം വിട്ടിരിക്കുകയാണ്, ഞാൻ ക്യാപ്റ്റനോ. 15 മിനിറ്റ് കൂടി ഉള്ളൂ കളി തീരാൻ. 15 മിനിറ്റ് കൂടി എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കുക. എന്നിട്ട് ഇപ്പം റെഫറി കളി തീർന്നു എന്ന് പറഞ്ഞ് വിസിലടിക്കൂലേ? വിസിലടിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവരെല്ലാവരും കളത്തിൽ നിന്ന് ഇറങ്ങിപ്പോവും. അപ്പം നമുക്ക് ഓടിപ്പോയി 3 ഗോൾ അടിച്ച് ജയിക്കാം. എങ്ങനെയുണ്ട്? ജയിക്കൂലേ? ജയിക്കോ? എന്ത് ഗോളടിച്ചില്ലേ? 3 ഗോളടിച്ചില്ലേ? പിന്നെന്ത് ജയിക്കാത്ത? എൻ്റെ പ്രിയപ്പെട്ടവരെ, കളിക്കണമെങ്കിൽ ഒരു സമയത്തിനുള്ളിൽ നിന്ന് കളിക്കണം. അതിൻ്റെ അപ്പുറത്ത് എതിർക്കാൻ കുറച്ച് ആളുകൾ ഉണ്ടാവണം. അത് നിയന്ത്രിക്കാൻ ഒരു റെഫറി ഉണ്ടാവണം. എന്നാലേ നമ്മൾ അടിച്ചു കയറ്റണ ഗോളിനൊരു മൂല്യം ഉണ്ടാവുള്ളൂ.
ഇതൊരു കിഴങ്ങുമില്ലാതെ, അപ്പുറത്ത് ഒരാളും ഇല്ലാതെ, ഒരാൾ എതിർക്കാനില്ലാതെ പോരത്ത് കിടക്കണ പോസ്റ്റിൽ കൊണ്ടുപോയി ഗോളടിച്ച് ജയിച്ചു എന്ന് പറഞ്ഞ ആളുകൾ പറയില്ല, ഇവന്റെ തലയ്ക്ക് വെളിവില്ലെന്ന് പറയില്ലേ? അതുപോലെ നമ്മളുടെ സുവിശേഷ പ്രഘോഷകരെ പറ്റി ഇപ്പൊ ലോകം പറയണത്, നമുക്കൊരു എതിർപ്പില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി നമ്മൾ ഈശോയെ പറ്റി പറയും. എതിർപ്പുള്ള സ്ഥലത്ത് നമ്മൾ ഒത്തുതീർപ്പ്, ഡിബേറ്റ്, വാഗ്വാദം. ഈശോയെ അറിയോ എന്നൊക്കെ ചോദിച്ചോ, കുഴപ്പമൊന്നുമില്ല, ഓക്കെ, നമ്മൾ പറയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികൾ ഉണ്ടാവണം. പ്രതിസന്ധികൾ മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. പ്രതിസന്ധികൾ ഉണ്ടെങ്കിലേ, എതിർക്കാൻ ആളുകൾ ഉണ്ടെങ്കിലേ, അപ്പുറത്ത് ഗോൾ പോസ്റ്റിന് എതിരാളി ഉണ്ടെങ്കിലേ, കളി നിയന്ത്രിക്കാൻ ഒരു സമയവും ആളുണ്ടെങ്കിലേ നമ്മൾ ചെയ്യണ സുവിശേഷ വേലയ്ക്ക് വിലയുള്ളൂ. വലത് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അല്ലേ? ആണാ? അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കേണ്ട എന്താ? ദൈവം ഈ പ്രതിസന്ധികളുടെ മേല് അധികാരം കിട്ടാൻ എന്നെ സഹായിക്കണമെന്ന് കേട്ടാ. ഇനി മൂന്നാമതൊരു ചിന്ത കൂടി, അതായത് സുവിശേഷ പ്രഘോഷണത്തിന് അമ്മയോട് ചേർന്നിട്ട് നമ്മൾ ധ്യാനിക്കുകയാണ്. മൂന്നാമതൊരു ചിന്ത പ്രകാരമാണ്, സുവിശേഷ പ്രഘോഷണം സഭയുടെ ഒരു കൂട്ടുത്തരവാദിത്വമാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പാണീച്ചൻ്റെ കാര്യമോ ജെറുലച്ചൻ്റെ കാര്യമോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ശുശ്രൂഷകരുടെ മാത്രം ചുമതലയല്ല എന്ത് ചെയ്യുക എന്നുള്ളത്, സുവിശേഷം പറയുക എന്നുള്ളത്. മാതാവ് അതല്ലേ ചെയ്തു. ഈശോ പറഞ്ഞ കാര്യങ്ങൾ ഈശോ പറഞ്ഞു ആയിരുന്നോട്ടെ, അത്രയും പറഞ്ഞാണ്. മാതാവ് ഓടി നടന്ന് ആരൊക്കെയാണ് വിശ്വാസത്തിൽ ഇളകിയത് അവരെയൊക്കെ സഭകളിൽ പോയി അവൾ ധൈര്യപ്പെടുത്തി. അമ്മ ധൈര്യപ്പെടുത്തിയില്ലേ? അമ്മയ്ക്ക് വേണമെങ്കിൽ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഈ കാലഘട്ടത്തിലും ആരൊക്കെ ദൈവത്തിന്റെ സ്നേഹത്തിനെതിരെ നിൽക്കുന്നുവോ അവിടെയുള്ള ആളുകളുടെ അടുക്കലൊക്കെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ? പരിശുദ്ധ അമ്മയ്ക്ക് വല്ല കാര്യമുണ്ടോ? അവൾ സുവിശേഷ പ്രഘോഷണം തൻ്റെ കൂടി ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. വലത്ത് വരവേർത്തി പറഞ്ഞു ഹല്ലേലൂയ. ഇത് പറഞ്ഞപ്പോഴാണ് എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള വീട്ടിൽ കഴിഞ്ഞ ആഴ്ച ഒരു ചേച്ചിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടേക്കാം. അതിന് മാതാവ് പ്രത്യക്ഷപ്പെട്ട് വേറെ ഭാഷയിലൊക്കെ സംസാരിക്കണ്. എൻ്റെ മമ്മിയൊക്കെ പറഞ്ഞു വാ വേറെ ഭാഷയൊക്കെ കേൾക്കാന്ന് പറയാൻ വരാം സമയമില്ല, വരാം കുറച്ചും കൂടി പറയട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇങ്ങനെ കൈ പിടിക്കുമ്പോൾ കയ്യിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. പണ്ട് ആളുകൾ വെള്ളമൊക്കെ എടുത്തോണ്ട് പോകണം, വെള്ളത്തിന് മണമുണ്ടെന്ന് പറയണ. ഈ വെള്ളത്തിനില്ല, മണത്ത് നോക്കിയതാ വന്നാല. വെള്ളത്തിന് ചിലപ്പോൾ വരും, അങ്ങനെയൊക്കെ വരും. വെള്ളത്തിന് മണമുണ്ട്, കുപ്പിയിലെടുത്ത് വെച്ചേക്കാം, വീട്ടിലും കൊണ്ടുവന്ന് വെച്ചാൽ ഉടച്ച് ഉണ്ടാ. മാതാവ് ഇന്നും എല്ലാ സ്ഥലങ്ങളിലും തൻ്റെ മക്കള് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നിരിക്കണത് കൊണ്ട് വിഷമിച്ച് ഓടി നടക്കണല്ലേ. നിങ്ങളൊരു വചനം എഴുതിയെടുത്ത് അപ്പസ്തോല പ്രവർത്തനം അധ്യായം 8 1-ാം തിരുവചനം. അപ്പസ്തോല പ്രവർത്തനം അധ്യായം 8 1-ാം തിരുവചനം. അതിൻ്റെ കൂടെ തന്നെ എഴുതിക്കോ അപ്പസ്തോല പ്രവർത്തനം 8 4-ാം തിരുവചനം. ഈ 2 വചനങ്ങളും എഴുതിക്കോ. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഒരു ചിന്ത കുറച്ചൊന്ന് മനസ്സിലാവും. അപ്പസ്തോല പ്രവർത്തനം അധ്യായം 8 1-ാം തിരുവചനം, അപ്പസ്തോല പ്രവർത്തനം 8 4-ാം തിരുവചനം. അതായത് 1-ാം തിരുവചനം ഇങ്ങനെയാണ്: ജെറുസലേമില് സഭയ്ക്കെതിരായി വലിയ പീഡനം ഉണ്ടായി. എന്നിട്ട് വചനം പറയും, അപ്പസ്തോലന്മാരൊഴികെ, അതായത് 12 പേരൊഴികെ ബാക്കി എല്ലാവരും യൂദയായിലും സമറിയായിലെ, അതായത് സമറിയ എന്നൊക്കെ പറയുന്ന വിജാതിയരുടെ സ്ഥലമാണ്, ആ സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോയി. അതായത് ഇവിടെ എൻ്റെ അമ്മേ ശ്വാസമില്ല, ഇവിടെ ഇങ്ങനെ എന്താണ് വചനം, ഇവിടെ പീഡനം ഉണ്ടായി. പീഡനം ഉണ്ടായപ്പോൾ ഈ സഭയിൽ നിന്ന് ആളുകൾ പല സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോയി. ഈ സഭ ഏതാ? അപ്പസ്തോലന്മാര് വചനം പറഞ്ഞ് ബലപ്പെടുത്തിക്കൊണ്ടിരുന്ന സഭയാണ് ഈ സഭ. ഇവിടെ നിന്ന് ആളുകൾ പല സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോയി. എന്നിട്ട് 4-ാമത്തെ തിരുവചനം നോക്കിയേ. 4-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്. 4-ാമത്തെ തിരുവചനം അധ്യായം 8 4-ാം തിരുവചനം: ചിതറിക്കപ്പെട്ടവർ ആ പോയ സ്ഥലങ്ങളിൽ മുറിയുടെ അകത്തിരുന്ന് ഒളിച്ചിരുന്ന് ഈശോയെ ആരാധിച്ചു. അങ്ങനെയാണോ? എന്താ വായിക്കണം അവിടെ? ചിതറിക്കപ്പെട്ടവർ ചെന്ന സ്ഥലങ്ങളിൽ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. അവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റിയില്ല. അവരത്രയും നാള് കേട്ടിരുന്ന ആളുകൾ പുറത്തിറങ്ങിയിട്ട് വചനം പറയാൻ തുടങ്ങി. എന്നിട്ട് നിങ്ങളിങ്ങനെ അപ്പസ്തോല പ്രവർത്തനം അധ്യായം 8 തന്നെ 14-ാമത്തെ വചനം നോക്കി. അങ്ങനെ വിജാതീയരായ സമറിയാക്കാർ ദൈവവചനം സ്വീകരിച്ചെന്ന് കേട്ടപ്പോൾ ഈ ജെറുസലേമിൽ ഉണ്ടായിരുന്ന അപ്പസ്തോലന്മാര് ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവിനെ വേണ്ടി പ്രാർത്ഥിച്ചു. കണ്ട, അപ്പൊ സഭയില് വചനപ്രഘോഷണം എന്ന് പറയണത് ആരുടെ ഉത്തരവാദിത്വമാണ്? ഉപ്പാണിയച്ചന്റെയും അച്ഛന്മാരുടെയും സിസ്റ്റർമാരുടെയും മാത്രമാണോ? എല്ലാവരുടെയും, സുവിശേഷം കേട്ടിട്ടുള്ള വചനം സ്വീകരിച്ചിട്ടുള്ള എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്വമാണ് എന്ത്? വചനം പറയാന്നുള്ളത്. ഇനി അവസാനത്തെ ഒരു ചിന്ത, സുവിശേഷ പ്രഘോഷണത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കൊടുക്കണം എന്നുള്ളതാണ്. ക്രിസ്തുവിനെ കൊടുക്കണം, ധൈര്യത്തോടെ ക്രിസ്തുവിനെ പറയണമെന്നുള്ളതാണ്, മറ്റൊന്നുമല്ല. അതുകൊണ്ടാണ് അമ്മ കാനായിൽ വെച്ച് പറയണം, അവൻ പറയണം അങ്ങോട്ട് ചെയ്താൽ മതി, വലിയ വർത്താനം കേൾക്കണ്ട, വർത്താനം പറയണം അങ്ങോട്ട് ചെയ്താൽ മതി. നിങ്ങൾ അപ്പസ്തോല പ്രവർത്തനം ഒരു വചനം എടുത്ത അപ്പസ്തോല പ്രവർത്തനം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വചനഭാഗമാണ്. അപ്പസ്തോല പ്രവർത്തനം അധ്യായം 26.
ഇതുകൂടി പറഞ്ഞിട്ട് നമ്മുടെ ചിന്തകളെ നമ്മളൊന്ന് ചുരുക്കിയാണ് 2-3 മിനിറ്റുകൾക്കുള്ളിൽ നമ്മളൊന്ന് വിശുദ്ധ കുർബാനയ്ക്ക് മറ്റു കാര്യങ്ങൾക്കായിട്ടൊക്കെ ഒരുങ്ങും. അപ്പോസ്തലപ്രവർത്തന അധ്യായം 26 എടുത്ത് 26, 27 മുതലുള്ള തിരുവചനം. 26 അതിന് നിങ്ങൾ മുകളിൽ 24 മുതൽ ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നോ. അതായത് ഇതിൻ്റെ പശ്ചാത്തലം അച്ഛൻ പറയാം. അതിന് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു വചനഭാഗമാണ് കേട്ടോ. അതായത് പൗലോസ് അപ്പോസ്തലനെ കൈകളിൽ ചങ്ങലയൊക്കെ ഇട്ട് ഇങ്ങനെ പിടിച്ചേക്കാം. എടാ നിന്റെ പേരെന്താടാ? ആസ്റ്റിൻ. നീ എഴുന്നേറ്റുന്നേ, നീ പൗലോസ് അപ്പോസ്തലനാണ്. ഇവിടെ ഒന്നിക്ക് മുമ്പിൽ അടുത്തിരിഞ്ഞിക്ക്. കൈ നീട്ടിപ്പിടിക്ക്. നിന്റെ കയ്യിൽ ചങ്ങലിട്ടേക്കാല്ലേ, കൈ നീട്ടിപ്പിടിക്ക്. നിന്റെ കയ്യിൽ ചങ്ങലിട്ടേക്കാണ്. നീ ക്ഷീണിച്ച് നിൽക്ക്. ഇവൻ നാണ്ടും അവൻ മസിലൊക്കെ കാണിച്ചിരിക്കണ്. ഇതെന്ത് പൗലോസ് അപ്പോസ്തലനാണ്? എടാ ക്ഷീണിച്ച് നിൽക്ക്. നിന്നെ പിടിച്ച് ഇങ്ങനെ അടിച്ചു നിർത്തിയേക്കാണ്. 2 അടിയെ കൊണ്ട് ക്ഷീണത്തിലങ്ങ് നിന്നോ. കണ്ട പൗലോസ് അപ്പോസ്തലൻ ചങ്ങലയൊക്കെ ഇട്ട് ക്ഷീണിച്ച് മാസ്ക് ഒക്കെ വെച്ച് നിൽക്കുകയാണ്. ആരുടെ മുമ്പിലാണ് നിൽക്കണത്? വചനം പറയുകയാണ്. അതായത് ഫേസ്തൂസ്, ആ കാലത്തെ ഭരണാധികാരികൾ, അഗ്രിപ്പ രാജാവ്, അതായത് യോഹന്നാന്റെ തല വെട്ടിക്കളഞ്ഞ രാജാവ്, പിന്നെ അഗ്രിപ്പ രാജാവ്, അവിടുത്തെ ഭരണാധികാരികൾ, സഹസ്രാധിപന്മാര്, പ്രമാണികളുടെ മുമ്പിലൊക്കെ നിൽക്കുക. എന്നിട്ട് അവരുടെ മുമ്പിൽ നിന്ന് പൗലോസിനെ അവർ ന്യായവാദം നടത്തിക്കൊണ്ടിരിക്കുക, ഈശോയെ പറ്റി പറഞ്ഞു. അപ്പൊ പൗലോസ് അതിനിടയിൽ ഇവരോട് പറയാണ്, ഞാൻ സുബോധമില്ലാതെ പ്രാന്ത് പറയണമെന്നില്ല, ഞാൻ എൻ്റെ ഈശോയെ പറ്റിയാണ് ഇവിടെ പറയണത്. എടാ നീ ഈശോയെ പറ്റിയാണ്, നീ ക്ഷീണിച്ചേക്ക്. ഇവൻ ക്ഷീണിച്ച് നിൽക്കാണ്. ക്ഷീണിച്ച് അടി കൊണ്ട് നേരെ നിൽക്കാൻ പറ്റണല്ല. ഭയങ്കര ക്ഷീണമായി ഒടിഞ്ഞു കുത്തിക്കാണ്. കണ്ട അങ്ങനെ ക്ഷീണിച്ചിരിക്കുമ്പോൾ പൗലോസ് പറയും, ഞാൻ ഈശോയെ പറ്റി സുബോധത്തോടെ പറയണ ക്ഷീണം ഉണ്ടെങ്കിലും. അപ്പൊ അടുത്ത വചനം ഒന്ന് കേട്ടു നോക്കി. അപ്പൊ അഗ്രിപ്പ രാജാവ് 28-ാമത്തെ വചനത്തിൽ പൗലോസിനോട് പറയാണ്, എടാ പൗലോസേ, നീ ഈ കാര്യമൊക്കെ പറഞ്ഞ് എന്നെ എളുപ്പത്തിൽ ക്രിസ്ത്യാനിയാക്കാമെന്നാണോ നീ വിചാരിക്കണത്? നീ ഇങ്ങനെ ഒടിഞ്ഞു കുത്തി എന്നിട്ട് ഈശോയെ പറ്റി പറഞ്ഞിട്ട് എന്തെങ്കിലും സൂത്രം കാണിച്ച് എന്നെ ക്രിസ്ത്യാനിയാക്കാമെന്നാണോ വിചാരിക്കണത്? അപ്പോൾ പൗലോസ് നേരുന്നു. അപ്പോൾ പൗലോസിന് ധൈര്യമായി. പൗലോസ് എന്നിട്ട് പറയേണ്ട വചനം നിങ്ങൾ കേൾക്കണം. എന്തു രസമുള്ള വചനം നോക്കി. അതായത് പൗലോസ് പറയാണ്, എളുപ്പത്തിലോ അല്ലാതെയോ. രാജാവ് ചോദിക്കുകയാണ്, എളുപ്പത്തിൽ നീ എന്നെ ക്രിസ്ത്യാനിയാക്കാൻ പോണം? എളുപ്പത്തിലോ അല്ലാതെയോ, നീ മാത്രമല്ല ഈ വാക്ക് കേട്ടുകൊണ്ടിരിക്കണ എല്ലാവരും, അതായത് എല്ലാ വിജാതിയരും ഭരണാധികാരികളൊക്കെ ഉണ്ട്, ഇത് കേട്ടുകൊണ്ടിരിക്കണ എല്ലാവരും, എടാ നിന്റെ കൈ നീട്ടി പിടിച്ച് ചങ്ങല അത് ചങ്ങലടപ്പുണ്ട കയ്യില്. ഈ ചങ്ങലയുടെ കാര്യം ഒഴികെ, അതിന് ജീവനില്ല, അത് പോട്ടെ, ഈ ചങ്ങലയുടെ കാര്യം ഒഴികെ ഇത് കേട്ടുകൊണ്ടിരിക്കണ എല്ലാവരും വിശ്വസിച്ച് എൻ്റെ ദൈവത്തില് ആയിരിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കണത്. ഹല്ലേലൂയാ. പൗലോസേ പോയിരുന്നു, ക്ഷീണിച്ച അവശനായവൻ ചങ്ങലയൊക്കെ ഇട്ട് അടി കിട്ടി. കണ്ട, നമ്മളാണെങ്കിൽ അഗ്രിപ്പ രാജാവിന്റെ മുമ്പിലേക്ക് നമ്മൾ എന്തു പറയും? അങ്ങനെ രാജാവ്, നീ ഞങ്ങളെ ക്രിസ്ത്യാനിയാക്കാമെന്നാണോ വിചാരിക്കണത്? ഞാൻ എന്തു പറയും? അങ്ങനെ ഉദ്ദേശമൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞു നോക്കിയാണ്, ഈശോ അറിയുമോ അറിയാൻ വേണ്ടി. കോംപ്രമൈസ്, വേറെ പ്രശ്നമൊന്നുമില്ല. നോ നമ്മൾ രക്ഷപ്പെട്ടു വരും. പൗലോസ് പറയുകയാണ്, എളുപ്പത്തിലോ അല്ലാതെയോ, നീ എന്നെ കൊന്നാലും കൊന്നില്ലേലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ ഈശോയെ പറ്റി പറയണ കേട്ട് നിങ്ങൾ എല്ലാവരും ഈശോയെ പറ്റി ജ്വലിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കണത്. കണ്ട, അപ്പൊ നമ്മുടെ വചനപ്രഘോഷണത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ഭയന്നോടല്ല, ഈശോയെ പറ്റി പറയണമെന്നുള്ള. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ ഭയന്നിരുന്നപ്പോ പോലും പരിശുദ്ധ അമ്മ അവരുടെ നടുവിലിരുന്ന് അവരെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടാവും, ഭയന്നു പോകല്ലേ, ഈശോ നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഓർക്ക്. എടാ പത്രോസേ, എടാ തോമസേ, എടാ എല്ലാരും വിളിച്ചിട്ടുണ്ടാവും, നിനക്കൊക്കെ അറിയാൻ പാടില്ലേ, ഈശോ പറഞ്ഞ കാര്യം അറിയില്ല, ഇവിടെ ഇരിക്കുകയും പരിശുദ്ധാത്മാവ് വരും. പുറത്തേക്ക് ഇറങ്ങിപ്പോയവനെ വാതിൽ പൂട്ടിയിട്ടുണ്ടാവും പരിശുദ്ധാത്മ, ആ താക്കോലെടുത്ത് അരയിൽ കുത്തി വെച്ചിട്ടുണ്ടാവും, നീ എങ്ങനെ പോകണമെന്ന് കാണട്ടെ. ഈശോ വരും, ആത്മാവിന് തരും. കണ്ടോ? നമ്മൾ ഈ കാര്യങ്ങളൊന്ന് മനസ്സിലിട്ട് നമ്മളൊന്ന് അടുത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പം നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന 2 കാര്യങ്ങളാണ്. അമ്മയോട് ചേർന്ന് നമുക്ക് എങ്ങനെ പ്രേക്ഷിത ശുശ്രൂഷ ശക്തിപ്പെടുത്താം. 2 കാര്യങ്ങൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടു. ഒന്ന്, കൂടെ ആയിരിക്കാനും അയക്കപ്പെടാനുമാണ് ദൈവം ഓരോ പ്രേക്ഷിതരെയും വിളിച്ചിരിക്കുന്നത്. അമ്മ എപ്പോഴും ദൈവത്തോടു കൂടെ ആയിരുന്നു. ജോൺ 2-ാമൻ പാപ്പ പറയും, ആ ദൈവത്തിന്റെ സൗന്ദര്യം ജനിച്ച് കയ്യിൽ കിടന്നപ്പോൾ കണ്ടതിന് ശേഷം പിന്നെ പരിശുദ്ധ അമ്മയ്ക്ക്, അതായത് റൊസാരിയം വെർജിൻ, റോസറി ഓഫ് ദ ഇയർ ഓഫ് ദ റോസറി പുസ്തകത്തിൽ പരിശുദ്ധ പാപ്പ പറയാ, പിന്നീട് പരിശുദ്ധ അമ്മയ്ക്ക് യേശുവിന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ പറ്റിയില്ല. അത്രയേറെ സൗന്ദര്യം അനുഭവിച്ചവൾക്ക് പിന്നെ യേശുവിന്റെ മുഖത്തൊന്നും നോക്കാൻ പറ്റിയില്ല. അവളെ എപ്പോഴും ആരുടെ കൂടെ ആയിരുന്നു?
ദൈവത്തോടു കൂടിയായിരുന്നു. എഫെസൂസിൽ പരിശുദ്ധ അമ്മ അവസാന നാളുകളിൽ താമസിച്ചപ്പോൾ പരിശുദ്ധ അമ്മയുടെ ചുണ്ട് ചെറുതായി പോയി എന്നാണ് വചനം പറയണത്. അങ്ങനെയാണ് പഴയ പുതിയ ഗ്രന്ഥങ്ങളിലൊക്കെ പറയണത്. എന്നിട്ട് അവസാനം ലൂക്കാ സുവിശേഷകനൊക്കെ വരച്ചു എന്നുള്ളൊരു പഴയ പടമൊക്കെ ഉണ്ട്. അതിൽ ചുണ്ട് ചെറുത്. അതായത് അവൾ അവസാന നാളുകളിൽ പരിശുദ്ധ അമ്മ ആരോടും സംസാരിക്കാതെ ദൈവത്തോട് കൂടെ ആയിരുന്നു. ദൈവത്തെ മാത്രം ഹൃദയത്തിൽ കണ്ട് പ്രാർത്ഥിച്ചു, സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ജീവിച്ചു. അതുകൊണ്ട് അവൾക്ക് ആളുകളോട് മിണ്ടാൻ പറ്റിയില്ല. അവളുടെ ഉള്ളിൽ നിറയെ സൗന്ദര്യം, അവളുടെ ഉള്ളിൽ നിറയെ സ്നേഹം കൊടുക്കണം ദൈവമായിരുന്നു. സംസാരിക്കാൻ മറന്നുപോയിട്ട് അവളുടെ ചുണ്ട് ചെറുതായി പോയി. നമ്മുടെ ചുണ്ടൊക്കെ ഇത്രയും വലുതായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ സുവിശേഷം പറയണോണ്ടാ അല്ലേ? അങ്ങനെയാണ്, അങ്ങനെ പറയണം. നമ്മൾ സുവിശേഷം പറയണോണ്ടാ നമ്മുടെ വായ വലുതായിട്ടിരിക്കണത്. അപ്പം നമ്മൾ ചിന്തിച്ച ആദ്യത്തെ കാര്യം ദൈവത്തോട് കൂടെ ആയിരിക്കാം. 3 കാര്യങ്ങൾ കണ്ടു. ദൈവമായിട്ട് അനുരൂപപ്പെടണം, അവൻ്റെ ചിന്തകൾ സ്വന്തമാകണം, അവൻ്റെ വചനം നമ്മൾ വിഴുങ്ങണം, 3-ാമത്തേത് ആത്മാവിനാൽ ജ്വലിക്കണം. ഇവിടെ നമ്മൾ കണ്ടു വചനം പറയാൻ വേണ്ടിയാണ് കൂടെ ആയിരുന്നതിന് ശേഷം അയക്കപ്പെട്ടത്. അമ്മ ഓടി നടന്നതുപോലെ ഈ പ്രേക്ഷിത ശുശ്രൂഷയിൽ അമ്മ നമ്മളെ നിർബന്ധിക്കണത്, അമ്മ ഈ കാലഘട്ടത്തിൽ ഒത്തിരി ആളുകളുടെ അടുക്കൽ ഓടിച്ചെന്ന് അവരോട് പറയണതും ഈശോ പറയണ കേക്ക്, ഈശോ പറയണ കേക്ക്, വിശുദ്ധ കുർബാനയിലേക്ക് വാ, അങ്ങനെയല്ലേ പറയണത്? ഈശോയുടെ ഹൃദയത്തെ വേദനിപ്പിക്കല്ലേ. അമ്മ പറയണ ഈശോയുടെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിലേക്ക് വാ, അവൻ്റെ ക്രോധം തണുപ്പിക്കി, അങ്ങനെയല്ലേ പറയണത്? ജപമാല ചൊല്ലി പ്രാർത്ഥിക്കി. കണ്ടോ, അമ്മ പറയണ അയക്കപ്പെടണം. അയക്കപ്പെടുന്നതിൻ്റെ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടു. അതായത് അയക്കപ്പെടുക എന്നുള്ളത്, സുവിശേഷം പറയുക എന്നുള്ളത് നമ്മുടെ കടമയാണ്, നമ്മുടെ ഔദാര്യമൊന്നുമല്ല. കർത്താവിന് കൊടുക്കണ എൻ്റെ ഔദാര്യമൊന്നുമല്ല, എൻ്റെ കടമയാണ്. അത് ചെയ്തില്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലനെ പോലെ പറയണം, എനിക്ക് ദുരിതം. 2-ാമത്തേത് സുവിശേഷം പറയുമ്പോൾ എന്താണ്, പ്രതിസന്ധികൾ ഉറപ്പായിട്ടും ഉണ്ടാവും. 3-ാമത്തേത് നമ്മൾ കണ്ടു, സുവിശേഷം എല്ലാവരോടും പറയണം, എതിർപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ പറയണം. നമ്മുടെ ലക്ഷ്യം ഈശോയെ പറ്റി പറയുക എന്നുള്ളത് മാത്രമായിരിക്കണം. നമുക്ക് കണ്ണുകളൊന്ന് അടയ്ക്കാം. നമ്മൾ കണ്ണുകളൊന്ന് അടച്ച് നമ്മൾ ഈ കഴിഞ്ഞൊരു മണിക്കൂർ നേരം നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മുടെ സുവിശേഷ പ്രഘോഷണ ശുശ്രൂഷകളെ, നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്താനായിട്ട് അമ്മേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അമ്മയോട് ചേർന്ന് ആത്മാവിൻ്റെ ജ്വലനത്തിനായി നമ്മെ പ്രാർത്ഥിക്കാം. അമ്മയോട് ചേർന്ന് വരദാനങ്ങൾ നിറയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാനയിലും ദിവ്യകാരുണ്യ ആരാധനയിലും ഒക്കെ പ്രാർത്ഥിക്കണം. ഭാഷാവരം, പ്രവചനവരം, വ്യാഖ്യാനവരം, ദർശനവരം, കൃപാവരങ്ങൾ നിറഞ്ഞ് നമ്മളിവിടെ ശുശ്രൂഷ ചെയ്യണം. നമ്മൾ ഇറങ്ങിപ്പോണം. എന്നാലേ കർത്താവിൻ്റെ സഭയെ വളർത്താൻ, കർത്താവിൻ്റെ മക്കളെ വളർത്താൻ നമുക്ക് പറ്റുള്ളൂ. അങ്ങനെ കൃപാവരങ്ങൾ തരാൻ അമ്മയെ പ്രാർത്ഥിക്കണേ. കണ്ണുകളടച്ച് ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് ദൈവപിതാവിനെ സ്നേഹത്തോടെ ഹൃദയത്തോട് ചേർത്ത പരിശുദ്ധ അമ്മ, പുത്രനായ ഈശോയെ ഒരു പൊന്നുമോനെ പോലെ സ്നേഹിച്ച് ലാളിച്ച പരിശുദ്ധ അമ്മ, പരിശുദ്ധാത്മാവിൻ്റെ പ്രിയപ്പെട്ട മണവാട്ടിയായ പരിശുദ്ധ അമ്മ, അമ്മേ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ഈ ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആലിംഗനത്തിൽ എപ്പോഴും ഞാനായിരിക്കാൻ അമ്മയെ പ്രാർത്ഥിക്കണേ. ഒരിക്കൽ പോലും ദൈവസ്നേഹത്തിൽ നിന്ന് ഞാൻ മാറിപ്പോകാൻ അമ്മ എന്നെ സമ്മതിക്കരുതേ. എപ്പോഴെങ്കിലും ഞാൻ മാറിപ്പോകുന്നതായിട്ട് തോന്നിയ എൻ്റെ ജീവിതത്തിൽ അമ്മയെ പ്രത്യക്ഷമായിട്ട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കണം. കൃപാവരങ്ങളുടെ ഒഴുക്ക്, ആത്മാവിൻ്റെ ജ്വലനം, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള അധ്വാനിക്കാനുള്ള ആഗ്രഹം അമ്മ എനിക്ക് തരണമേ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഒരുമിച്ച് പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പ്രിയപ്പെട്ട അമ്മയുടെ പ്രിയപ്പെട്ട മക്കളായിട്ട് മാറട്ടെ. ഈശോയെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങളുടെ ജപമാല പ്രാർത്ഥനയിലും അമ്മയോട് ചേർന്നിരിക്കുമ്പോഴും ഈശോയെ ആരാധിക്കുമ്പോഴും അച്ഛന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. ഒത്തിരി നന്ദി. വീണ്ടും നമുക്ക് കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.